പട്ടണത്തിൽ നിന്ന് കിഴക്കോട്ട് വന്ന ഒരു വെളുത്ത ടാറ്റ എസ്റ്റേറ്റ് കാറിന്റെ ബോണറ്റിലാണ് തോമസ് ജോസഫ് ചെന്ന് വീണത്. അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് കാറിലുണ്ടായിരുന്നവർ നിലവിളിച്ചു. ഡ്രൈവറുടെ കാൽ ബ്രേക്കിൽ അമർന്നു. തോമസ് ജോസഫ് ബോണറ്റിൽ നിന്ന് വലത്തേക്ക് തെറിച്ചു വീണു. എതിരെ വന്ന ലോറിയുടെ മുൻചക്രങ്ങൾ അയാളെ ഞെരിച്ചു. ടാറ്റ എസ്റ്റേറ്റ് കാർ നിർത്താതെ ഓടിച്ചുപോയി. ലോറിക്കാരും പിന്നിലെത്തിയ വാഹനങ്ങളെല്ലാം ബ്രേക്കിട്ട് നിന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്നുകൊണ്ട് രാഘവൻ അവിടേക്ക് തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. സംതൃപ്തമായൊരു ചിരിയോടെ അയാൾ പിന്നോട്ട് മാറി. SP ഓഫീസിൽ വാർത്ത പറന്നെത്തി. മണിശങ്കർ പിടഞ്ഞുണർന്നു. അയാളുടെ ജിപ്സി അലറിക്കുതിച്ചു. പിടഞ്ഞു തീർന്ന മനുഷ്യൻ തോമസ് ജോസഫ് ആണെന്ന കാര്യത്തിൽ അയാൾക്ക് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. DYSP അശോകന് തോമസ് ജോസഫിനെ കണ്ടെത്താൻ കഴിയാതിരുന്നപ്പോൾ തന്നെ മണിശങ്കർ ഉറച്ചു കഴിഞ്ഞിരുന്നു അയാൾ രാഘവന്റെ കൈകളിൽ കുരുങ്ങിയിരിക്കുമെന്ന്. ഒരിക്കൽ കൂടി പത്തനംതിട്ട പട്ടണത്തിൽ രാഘവന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. മണൽത്തരികളെപ്പോലും വിറപ്പിച്ചുകൊണ്ട് പോലീസുകാരുടെ ബൂട്ട്സുകൾ ആഞ്ഞമർന്നുകൊണ്ടിരുന്നു. എല്ലായിടവും അവർ അരിച്ചു പെറുക്കി. എന്നിട്ടും രാഘവനെക്കുറിച്ചുള്ള യാതൊരു സൂചനയും കിട്ടിയില്ല. ഈ സമയം രാഘവൻ വെട്ടിപ്പുറത്തെത്തിയിരുന്നു. അവിടെ ഒരു ഉയർന്ന പാറപ്പുറത്ത് ആകാശം നോക്കി മലർന്നു കിടക്കുകയായിരുന്നു അയാൾ. മനസ്സിൽ കുറെ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ കഴിയുന്ന നാൻസിയെ കാണണം. അവിടെ കനത്ത പോലീസ് ബന്ദോബസ്ത് ഉണ്ടാവും. തന്നെ അവിടെ വെച്ച് കുരുക്കാമെന്ന് ഒരുപക്ഷെ SP മണിശങ്കർ കരുതുന്നുണ്ടാവും. പിന്നെയുള്ളത് ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണനും SP ആദിത്യനും. അവരെ കോടതി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതുപോലെ സ്വാമി പ്രപഞ്ചാനന്ദൻ ലണ്ടനിൽ നിന്ന് അടുത്ത ദിവസം കേരളത്തിൽ എത്തുമോ? എത്തിയാൽ തന്നെ പോലീസ് അവനെ പുറത്തു വിടുമോ? അവർ 3 പേർ കൂടിയുണ്ട് ഇനി പിടഞ്ഞു തീരാൻ. രാഘവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണനെയും SP ആദിത്യനെയും കോടതിയിൽ ഹാജരാക്കി. രോഷാകുലരായ ജനങ്ങൾ കോടതി വളപ്പിൽ തിങ്ങിക്കൂടിയതിനാൽ കനത്ത പോലീസ് സംരക്ഷണം നൽകേണ്ടി വന്നു. കോടതി അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. DGP കൃഷ്ണയ്യർ പലതവണ മണിശങ്കറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അവർ രഹസ്യമായി പല കാര്യങ്ങളും ചെയ്തു വെച്ചു. ഇനി വേണ്ടത് സ്വാമി പ്രപഞ്ചാനന്ദനെയാണ്. ഇവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും സ്വാമി മടങ്ങി വരില്ലെന്ന് മണിശങ്കറിന് അറിയാമായിരുന്നു. പക്ഷേ എല്ലാ സംശയങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് മണിശങ്കറിന് ഒരു രഹസ്യ മെസ്സേജ് കിട്ടി. സ്വാമി പ്രപഞ്ചാനന്ദൻ ലണ്ടനിൽ നിന്നും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. രാജസ്ഥാന്റെ പടിഞ്ഞാറേ അതിർത്തിയിലൂടെ ഉടനെ അയാൾ ഭാരതത്തിലേക്ക് കടക്കും. ISI അതിന് അയാളെ സഹായിക്കും. സ്വാമി പ്രപഞ്ചാനന്ദൻ ഭാരതത്തിലെത്തുന്നതുവരെ മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് മണിശങ്കറിന് തോന്നി. മണിശങ്കർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. യുവതി അപ്പോഴും കണ്ണുകൾ തുറന്നിരുന്നില്ല. പക്ഷേ അവളുടെ നിലയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്നുമാണ് ഡോക്ടർമാരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. മണിശങ്കർ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരെ ഒരിക്കൽ കൂടി താക്കീത് ചെയ്തിട്ട് മടങ്ങി. രാത്രി ഇരുട്ടുവോളം പൗലോസ് ആലക്കോടന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡയറിയും മറ്റു രേഖകളുമൊക്കെ പഠിക്കുകയായിരുന്നു SP മണിശങ്കർ. മന്ത്രി ജയകൃഷ്ണന്റെയും സ്വാമി പ്രപഞ്ചാനന്ദന്റെയും ഒക്കെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടി. ഞെട്ടിപ്പിക്കുന്ന പരമാർത്ഥങ്ങൾ, രാജ്യദ്രോഹങ്ങൾ, സന്യാസത്തിന്റെ മറവിൽ നടത്തപ്പെടുന്ന പെൺവാണിഭങ്ങൾ. സ്വാമിയുടെ ആശ്രമവും അനാഥാലയവും ഒക്കെ ഒന്ന് റെയ്ഡ് ചെയ്യണമെന്ന് മണിശങ്കറിന് തോന്നി. ഉടൻ DGPയുമായി ബന്ധപ്പെട്ടു. DGP അതിന് സമ്മതം മൂളി. ഇനി അല്പമൊന്ന് ഉറങ്ങിയേക്കാം എന്ന വിചാരത്തോടെ മണിശങ്കർ കിടക്കയിലേക്ക് വീണതേയുള്ളൂ. അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. മണിശങ്കർ ചാടി എണീറ്റു. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കോൾ. ആ യുവതിക്ക് സ്വബോധം വീണ്ടുകിട്ടിയിരിക്കുന്നുവെന്ന്. തന്റെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭ്യമാവാൻ പോവുകയാണെന്ന് മണിശങ്കറിന്റെ മനസ്സ് മന്ത്രിച്ചു. മണിശങ്കർ ധൃതിയിൽ വേഷം മാറി ജിപ്സിക്ക് നേരെ പായുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഹോസ്പിറ്റലിലെത്തി. മണിശങ്കർ കടന്നു ചെല്ലുമ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിനരികിൽ പോലീസുകാർ ജാഗ്രതയോടെ ഉണ്ടായിരുന്നു. മണിശങ്കർ നേരെ ഡോക്ടറുടെ അടുത്തെത്തി. ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. SP-യെ കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു. എനിക്കിപ്പോൾ തന്നെ അവളോട് സംസാരിക്കാൻ കഴിയുമോ ഡോക്ടർ? മണിശങ്കർ ചോദിച്ചു. ഷുവർ, കമോൺ.
ഡോക്ടർ മുന്നിലും മണിശങ്കർ തൊട്ടു പിന്നിലുമായി ICUവിൽ കയറി. അതിനുള്ളിൽ വേറെയും രോഗികളുണ്ടായിരുന്നു. SPയെ ഡോക്ടർ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്ന പേഷ്യൻസിനെ കുറിച്ച് ഞാൻ താങ്കളോട് പ്രത്യേകം പറയണ്ടല്ലോ. കഴിവതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിൽ വേണം അവളോട് സംസാരിക്കുവാൻ. അതുപോലെ ഒരുപാട് സമയം അവളെ ചോദ്യം ചെയ്ത് പ്രയാസപ്പെടുത്തുകയും വരുത്. സമ്മതഭാവത്തിൽ മണിശങ്കർ തലയാട്ടി. അവർ ബെഡിനരികിലെത്തുമ്പോൾ യുവതി കുറഞ്ഞ വേഗതയിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ട് ചിന്താധീനയായി കിടക്കുകയായിരുന്നു. തന്നെ കണ്ടതും ആ കണ്ണുകളിൽ ഭീതി പടരുന്നത് മണിശങ്കർ അറിഞ്ഞു. മണിശങ്കർ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്ന സ്റ്റൂളിലിരുന്നു. ഭയപ്പെടേണ്ട, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൾ ഒന്നും പറഞ്ഞില്ല. ദൃഷ്ടികൾ മറ്റെങ്ങോ ഉറപ്പിച്ചു. പക്ഷേ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ നീ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നേ മതിയാകൂ. അതിനും അവൾ പ്രതികരിച്ചില്ല. പകരം ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പറയൂ, നിന്റെ പേരെന്താ? അവളുടെ വരണ്ടുണങ്ങിയ ചുണ്ടുകൾ മെല്ലെ ചലിപ്പിച്ചു. നാൻസി. SP മണിശങ്കർ ഒന്ന് പിടഞ്ഞുണർന്നു. നാൻസി രാഘവന്റെ? അതെ എന്നർത്ഥത്തിൽ അവൾ തലകുലുക്കി. അല്പസമയം കഴിഞ്ഞാണ് മണിശങ്കർ സംസാരിച്ചു തുടങ്ങിയത്. രാഘവൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല. നിന്നെ ആരാണ് കുത്തിയത്? എൻ്റെ ഡാഡി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആൾക്കാർ. മണിശങ്കറിന് ഒന്നും മനസ്സിലായില്ല. അല്പം കൂടി വ്യക്തമാക്കാമോ? അവൾ ആദ്യം മുതലുണ്ടായ കാര്യങ്ങൾ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. മണിശങ്കറിന് ചിത്രങ്ങൾ ഓരോന്നും വ്യക്തമാവുകയായിരുന്നു. അപ്പോൾ അയാൾ നാൻസിയുടെ അച്ഛനല്ല അല്ലേ? അവൾ തലകുലുക്കി. മണിശങ്കർ എണീറ്റു. പിറ്റേന്ന് രാവിലെ 8 മണി. സ്വാമി പ്രപഞ്ചാനന്ദന്റെ ആശ്രമവും അതോട് ചേർന്നുള്ള അനാഥാലയവും സ്ഥിതി ചെയ്തിരുന്ന കനത്ത മതിൽക്കെട്ടിന് മുന്നിൽ പോലീസ് വാഹനങ്ങൾ ബ്രേക്ക് ഇട്ടു. ഗേറ്റിൽ കാവൽക്കാരനുണ്ടായിരുന്നു. അയാൾ പോലീസ് വാഹനങ്ങൾക്ക് നേരെ തുറച്ചു നോക്കി. തുറക്കടാ! ജിപ്സിയിൽ നിന്നും തല പുറത്തേക്ക് നീട്ടി മണിശങ്കർ ഉറക്കെ ആജ്ഞാപിച്ചു. ഭയചകിതനായി ആ മനുഷ്യൻ ഗേറ്റ് തുറന്നു. പോലീസ് വാഹനങ്ങൾ അകത്തേക്ക് ചീറിപ്പാഞ്ഞു. അതിനിടെ നേരത്തെ പറഞ്ഞതനുസരിച്ച് 2 പോലീസുകാർ അവിടെ ഇറങ്ങി ഗേറ്റിങ്കിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ആശ്രമത്തിനു മുന്നിലാണ് വാഹനങ്ങൾ നിന്നത്. SP മണിശങ്കറും DYSP അശോകനും ആദ്യം ഇറങ്ങി. പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന ആഡംബര സമൃദ്ധമായ ഒരു കെട്ടിടമായിരുന്നു സ്വാമിയുടെ ആശ്രമം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രധാന വാതിൽക്കിൽ എത്തിയപ്പോൾ ഏതാനും സന്യാസിമാർ ഓടിയെത്തി. എന്താണ് സർ? വെറുതെ ഇവിടെ ഒന്ന് കാണാൻ വന്നതാണ്. സ്വാമി പ്രപഞ്ചാനന്ദൻ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, മഹാഗുരു ലണ്ടനിലാണ്. മഹാഗുരുവോ? എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ ആശ്രമമൊക്കെ ഒന്ന് കാണുന്നതിൽ നിങ്ങൾക്കാർക്കും വിരോധമില്ലല്ലോ? അതിപ്പോ മഹാഗുരു അനുവദിക്കാതെ. അദ്ദേഹം അങ്ങ് ലണ്ടനിലല്ലേ, അതുകൊണ്ട് സാരമില്ല. മണിശങ്കർ അകത്തേക്ക് കയറി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സ്വാമിമാർ മുഖാമുഖം നോക്കി. അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അത് ശരിയാവില്ല സർ. അദ്ദേഹം ഇവിടെ ഇല്ലാത്തപ്പോ അന്യരകത്ത് കയറ്റിക്കൊണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. അത് അന്യരയല്ലേ, ഞങ്ങൾ സ്വന്തക്കാരാ. മണിശങ്കർ അർത്ഥവത്തായി ചിരിച്ചു. അയാളുടെ കെയിൻ പമ്പരം പോലെ കറങ്ങി. എന്നാലും അത് വേണ്ട സർ. സന്യാസിമാർ മുന്നിൽ വന്ന് വഴി തടഞ്ഞു. മണിശങ്കർ അശോകനെ നോക്കി. അശോകൻ ഒരടി കൂടെ മുന്നോട്ട് നീങ്ങി. സന്യാസിമാരെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമാ, ഒരുപാട് സ്നേഹവുമാ. അതുകൊണ്ട് മാറി നിന്നാട്ടെ. പറ്റത്തില്ല സാറന്മാരെ. സന്യാസിമാരുടെ ഭാവം മാറി. അതിക്രമിച്ച് കയറാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിൽ അതൊരു ജനകീയ വിപ്ലവത്തിന് വഴിയൊരുക്കിയേക്കും. കൂടുതൽ ക്ഷമിക്കാനുള്ള കരുത്ത് മണിശങ്കറിനില്ലായിരുന്നു. അയാൾ അലറി, വഴി മാറണടാ കഴിവേറി മോമാരെ. പറഞ്ഞു തീർന്നതും അടി തുടങ്ങി. ഒരു സ്വാമി വേച്ച് പിന്നോട്ട് മലർന്നു മൊസൈക്ക് ഫ്ലോറിലേക്ക്. കാക്കി കാണിച്ച് ഞങ്ങളെ വിരട്ടണ്ട. അവിടെ കിടന്ന് സ്വാമി വിളിച്ചു പറഞ്ഞു. ഒപ്പം ഒരു റിവോൾവർ അരയിൽ നിന്നും വലിച്ചെടുക്കുകയും ചെയ്തു. അനങ്ങിയാൽ പുകച്ചു കളയും. ആഹാ, അപ്പൊ നിങ്ങൾ വളരെ നല്ല സ്വാമിമാരാണല്ലോ. മണിശങ്കറുടെ ഷൂസ് അണിഞ്ഞ കാൽ റിവോൾവർ തട്ടിത്തെറിപ്പിച്ചു. ഒപ്പം കെയിൻ സന്യാസിയുടെ അടിവയറ്റിൽ ഇടിച്ചിറക്കി. എന്റെ അമ്മോ! സന്യാസി അലറി വിളിച്ചു.
മുന്നിൽ നിന്നിരുന്ന സന്യാസിമാരെ ഈ സമയത്ത് അടിച്ച് ചിതറിക്കുകയായിരുന്നു ഡിവൈഎസ്പി അശോകൻ. അറസ്റ്റ് ചെയ്യും. തറയിൽ കിടന്നിരുന്ന സന്യാസിയെ പിടിച്ചുയർത്തി മണിശങ്കർ പോലീസുകാർക്കിടയിലേക്ക് എറിഞ്ഞു. അതുകണ്ട് മറ്റു സന്യാസിമാർ പതറി. അശോകൻ റിവോൾവർ വലിച്ചെടുത്ത് ഒരുവന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. ഒരുത്തനും അനങ്ങരുത്. മണിശങ്കർ പോലീസുകാരെ നോക്കി. സെർച്ച്. പോലീസുകാർ അകത്തേക്ക് പാഞ്ഞു കയറി. അവരുടെ ബൂട്ട്സുകളുടെ ശബ്ദം ആ കെട്ടിടത്തിൽ പ്രതിധ്വനിച്ചു. അശോകന് മുന്നിൽ നനഞ്ഞ പൂച്ചക്കുട്ടികളെ പോലെ നിൽക്കുകയായിരുന്നു സന്യാസിമാർ. മണിശങ്കർ ചുറ്റും നോക്കി. വിശാലമായ ഒരു ഹാളായിരുന്നു അത്. ഒരു ഭാഗത്ത് സ്റ്റേജ് പോലെ ഉയർന്ന തറ, അതിൽ പുലിത്തോൽ വിരിച്ചിരുന്നു. അതിലൊന്നിലായിരിക്കണം പ്രപഞ്ചാനന്ദൻ ഭക്തജനങ്ങളുമായി സംസാരിക്കുന്നതെന്ന് അയാൾ ചിന്തിച്ചു. ഹാളിന് മുകളിൽ ശരവാന്തലുകൾ തൂങ്ങിക്കിടന്നിരുന്നു. മണിശങ്കർ മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറാൻ തുടങ്ങിയായിരുന്നു. പൊടുന്നനെയാണ് അലറി വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി താഴേക്ക് ഓടി വന്നത്. മണിശങ്കറിന്റെ നെറ്റി ചൊളിഞ്ഞു. അയാൾ എന്തോ ചോദിക്കാനാഞ്ഞപ്പോഴേക്കും പെൺകുട്ടി കാൽക്കിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. രക്ഷിക്കണം സാർ. മണിശങ്കറിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെൺകുട്ടി നിലവിളിച്ചു. 15 വയസ്സിലധികം പ്രായമില്ല അവൾക്ക്. കുട്ടി എണീക്ക്, നിന്നെ ആരും ഉപദ്രവിക്കില്ല, മണിശങ്കർ പറഞ്ഞു. പെൺകുട്ടിയുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം. അവൾ മെല്ലെ എണീറ്റു. അവളുടെ വസ്ത്രങ്ങൾ നാമമാത്രമാണെന്ന് SP കണ്ടു. കാഴ്ചയിൽ അത്ര മോശമല്ലാത്ത പെൺകുട്ടി. കൊഴുത്ത ശരീരം. മാറിൽ കൈകൾ പിണച്ചുകൊണ്ടാണ് അവൾ നിന്നത്. മണിശങ്കർ തിരിഞ്ഞ് അവിടെ നിന്നിരുന്ന ഒരു സ്വാമിയുടെ കാഷായ ഷാൾ വലിച്ചെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. പെൺകുട്ടി അത് പുതച്ചു. മണിശങ്കറിന്റെ നിർദ്ദേശാനുസരണം ഒരു കോൺസ്റ്റബിൾ പുറത്ത് വാനിലിരിക്കുകയായിരുന്ന വനിതാ പോലീസുകാരെ കൊണ്ടുവന്നു. പെൺകുട്ടിയെ അവർ കൂട്ടിക്കൊണ്ടുപോയി. റെയ്ഡ് നീണ്ടു. രാഘവൻ ഹോസ്പിറ്റൽ പരിസരത്ത് എത്തിയിട്ട് അരമണിക്കൂറോളമായി. രാത്രിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് പകലാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അത്ര വേഗം തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ അയാൾ കവിളിലും നെറ്റിയിലും ഓരോ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. മാത്രമല്ല ശിരസിൽ തുണി കൊണ്ട് വട്ടത്തിൽ ഒരു കെട്ടും കെട്ടി. ഒറ്റ നോട്ടത്തിൽ ആരും വിചാരിച്ചു പോകും ആക്സിഡന്റ് പറ്റിയ ഏതോ മനുഷ്യനാണെന്ന്. ആശുപത്രിയിൽ അത്തരമൊരു വേഷത്തിൽ വന്നാൽ ആരും സംശയിക്കുകയില്ല. അയാൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കണ്ടെത്തി. ഇടനാഴിയുടെ പകുതി ഭാഗം പിന്നിട്ടപ്പോൾ അവിടെ ജാഗ്രതയോടെ നിൽക്കുന്ന പോലീസുകാരെ കണ്ടു. അവരെ ശ്രദ്ധിക്കാതെ അയാൾ മുന്നോട്ട് വന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ രോഗികളെ സന്ദർശിക്കാനാവുന്ന സമയം അവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. സമയം കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് നാൻസിയെ കാണണമെന്ന് നേരിട്ട് പറയാനാവില്ല. എന്തു ചെയ്യും? അയാൾ അവിടെ കിടന്നിരുന്ന ഒരു ഫൈബർ കസേരയിൽ ഇരുന്നു. പോലീസുകാർ അയാളെ ശ്രദ്ധിച്ചതേയില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്ന ഒരു നഴ്സിന്റെ മുഖം പെട്ടെന്ന് രാഘവൻ കണ്ടു. ആ മുഖം എവിടെയോ കണ്ടിട്ടുള്ളതാണെന്ന് രാഘവന് തോന്നി. എവിടെ വെച്ചാണ് കണ്ടത്? ഓർമ്മ വരുന്നില്ല. അയാൾ നഴ്സിന്റെ പിന്നാലെ പോയി. അവൾ ഡ്യൂട്ടി റൂമിലേക്ക് കയറുന്നത് കണ്ടു. പൊടുന്നനെ രാഘവന്റെ മനസ്സിൽ ഒരു വെളിച്ചം. ഡെറാഡൂണിലെ മിലിറ്ററി ക്യാമ്പ്. തന്റെ ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ താമസിക്കാനെത്തിയ യുവമിഥുനങ്ങൾ. തന്റെ ജൂനിയർ മാർട്ടിൻ പെരേരയും ഭാര്യയും. മാർട്ടിന്റെ പപ്പ ആംഗ്ലോ ഇന്ത്യനും അമ്മ മലയാളിയുമായിരുന്നു. അതുകൊണ്ടാണ് മകനെ കൊണ്ടൊരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചത്. ആദ്യമായി ക്വാർട്ടേഴ്സിലെത്തിയ ദിവസം മാർട്ടിൻ നടത്തിയ പാർട്ടി മറന്നിട്ടില്ല. അധികകാലം കഴിയും മുമ്പ് ഒരു ഷെല്ലാക്രമണത്തിൽപ്പെട്ട് മാർട്ടിൻ മരിച്ചു. അന്ന് ആ മൃതദേഹത്തിൽ വീണ് പൊട്ടിക്കരയുന്ന സ്ത്രീയുടെ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? രാഘവൻ നഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിന് മുന്നിലെത്തി. അപ്പോൾ അവൾ പുറത്തേക്ക് വരികയായിരുന്നു. എക്സ്ക്യൂസ് മീ. അവൾ തിരിഞ്ഞു നോക്കി. ആ നെറ്റി ചുളിഞ്ഞു. ഓർമ്മയുണ്ടോ? ആദ്യം അവളിൽ അപരിചിതത്വം, പിന്നെ അത്ഭുതം, അമ്പരപ്പ്. രാഘവൻ സർ? അതെ. അയാൾ ചുറ്റും നോക്കി. എൻ്റെ പേര് പറയരുത്. എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. എന്താണ്? പറയാം. എൻ്റെ ഭാര്യ ICUവിലുണ്ട്. പക്ഷേ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വിടില്ല. അവരറിയാതെ എനിക്ക് അവളെ ഒന്ന് കാണണം. നാൻസിയെ? അവൾ ചോദ്യഭാവത്തിൽ നോക്കി. അതെ എന്ന അർത്ഥത്തിൽ രാഘവൻ തലയാട്ടി. അവൾക്ക് എല്ലാം വ്യക്തമായി. എൻ്റെ കൂടെ പോന്നോളൂ. പക്ഷെ എത്രയും വേഗം സാർ മടങ്ങണം. അവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. അതെനിക്കും ആപത്താവും. അവളുടെ പിന്നാലെ അയാളും അകത്തേക്ക് കയറി. നേഴ്സിന്റെ ഒപ്പം പോയ ആളായതിനാൽ പോലീസുകാരും സംശയിച്ചില്ല. നാൻസിയുടെ ബെഡിനരികിൽ അയാളെത്തി. കണ്ണടച്ച് കിടക്കുകയായിരുന്നു നാൻസി. തന്റെ നാൻസി തന്നെയാണോ ഈ കിടക്കുന്നതെന്ന് രാഘവൻ സംശയിച്ചു പോയി.
ക്ഷീണിച്ച് അവശയായ ഒരു രൂപം. നാൻസി, അയാൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. ആ ശബ്ദം ആത്മാവിലോളം എത്തിയതുപോലെ അവൾ മിഴികൾ തുറന്നു. ഏതാനും സെക്കൻഡുകൾ അവളുടെ മുഖത്ത് ദൃഷ്ടികൾ തറഞ്ഞു നിന്നു. രാഘവേട്ട എന്ന് അലറി വിളിക്കാൻ തുടങ്ങിയതും അയാൾ അവളുടെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു, പതുക്കെ, പുറത്ത് പോലീസുകാരുണ്ട്, ആർക്കും യാതൊരു സംശയവും തോന്നരുത്. രാഘവൻ കൈയെടുത്തു. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. എവിടെയായിരുന്നു? എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? ഒന്നും ചോദിക്കരുത്, ഭാഗ്യമുണ്ടെങ്കിൽ ഒക്കെ പിന്നെ പറയാം. നമ്മുടെ മോള് ഞാൻ അറിഞ്ഞു. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ട് വന്നു. മതി സർ, ആരെങ്കിലും വന്നാ ശരി. രാഘവൻ തിരിഞ്ഞ് നാൻസിയെ നോക്കി പറഞ്ഞു. സന്ദർഭം പോലെ ഞാൻ ഇനിയും വരാം. അയാൾ പുറത്തേക്ക് നടന്നു. രണ്ടുപേർക്കും എന്തൊക്കെയോ ചോദിക്കാനും അറിയാനും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. പ്രപഞ്ചാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ റെയ്ഡ് അവസാനിപ്പിച്ചപ്പോൾ വൈകിട്ട് 4 മണിയായി. ഇതിനിടയിൽ IG രഘുനാഥ വർമ്മയും അവിടെ എത്തിയിരുന്നു. വിവരമറിഞ്ഞ് പത്രക്കാരും വന്നു. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുരുതുരെ മിന്നി. അതുവരെ ദിവ്യനെന്നും ദൈവത്തിന്റെ പ്രതിപുരുഷനെന്നും മറ്റും വിളിക്കപ്പെട്ടിരുന്ന പ്രപഞ്ചാനന്ദന്റെ ആശ്രമത്തിൽ നിന്നും കിട്ടിയ വസ്തുതകൾ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് തള്ളിപ്പോയി. കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങൾ, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ, മയക്കുമരുന്നുകൾ, ഇതിലെല്ലാം ഉപരിയായി വിദേശ നിർമ്മിത ആയുധങ്ങളും യന്ത്രത്തോക്കുകളും പിസ്റ്റളുകളും ഗ്രനേഡുകളും ഒക്കെ, ക്വിന്റൽ കണക്കിന് സ്ഫോടക വസ്തുക്കൾ, പെട്രോൾ ബോംബുകൾ, ജലാറ്റിൻ സ്റ്റിക്കുകൾ, ടൈം ബോംബുകൾ. അക്ഷരാർത്ഥത്തിൽ പ്രപഞ്ചാനന്ദന്റെ ആശ്രമം ഒരു ആയുധപ്പുരയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്വാമിമാരെ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശ്രമം സീൽ ചെയ്തു. രാജ്യാന്തര ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകൾ അവിടെ നിന്നും കിട്ടി. ആശ്രമത്തിൽ നിന്നും പോലീസ് സംഘം നീങ്ങിയത് അനാഥശാലയിലേക്കാണ്. അനാഥ ബാലികമാർക്കും ഉണ്ടായിരുന്നു കണ്ണുനീരിൽ കുതിർന്ന അനേകം കഥകൾ പറയുവാൻ. 10 വയസ്സായപ്പോൾ മുതൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതിന്റെ വേദനിപ്പിക്കുന്ന കഥകൾ. ഇതൊക്കെ കേട്ട് തരിച്ചു നിൽക്കാനേ പോലീസുകാർക്ക് കഴിഞ്ഞുള്ളൂ. സമൂഹത്തിന്റെ മേലെ തട്ടിലുള്ള പല മാന്യന്മാരും അവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നുവത്രേ. ഇതിനിടെ മണിശങ്കറുടെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന പെൺകുട്ടിയെ ചോദ്യം ചെയ്തിരുന്നു. അവളെ അവിടുത്തെ ഒരു യുവയോഗി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് അവൾ മൊഴി നൽകിയത്. അനാഥാലയത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ മൊഴികൾ രേഖപ്പെടുത്തി. പോലീസ് സംഘം മടങ്ങിയപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. മണിശങ്കർ ഓഫീസിലെത്തിയപ്പോൾ DGPയുടെ സന്ദേശം കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചാനന്ദൻ കഴിഞ്ഞ രാത്രിയിൽ രാജസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് എങ്ങോട്ട് നീങ്ങി എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. മണിശങ്കർ നെറ്റിച്ചൊളിച്ചു. നാളെയോ മറ്റന്നാളോ സ്വാമി പ്രപഞ്ചാനന്ദൻ കേരളത്തിലെത്തും. മണിശങ്കർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. അടുത്ത ദിവസങ്ങൾ നിർണായകങ്ങളായിരിക്കും, സംഭവബഹുലവും. അടുത്ത ദിവസം രാത്രി 11 മണി. തിരക്കൊഴിഞ്ഞ ഇടവഴിയിലൂടെ ആ അംബാസഡർ കാർ മുന്നോട്ട് നീങ്ങി. അതിന്റെ പിൻസീറ്റിൽ സ്വാമി പ്രപഞ്ചാനന്ദനുണ്ടായിരുന്നു. സ്വാമിയെ കൂടാതെ ഡ്രൈവർ മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ. കേരളം മുഴുവൻ ഇപ്പോൾ തനിക്കെതിരാണെന്ന് സ്വാമിക്കറിയാം. പത്രവാർത്തകൾ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. പക്ഷേ തോൽക്കാൻ മനസ്സില്ല. ആ മണിശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ കുഴപ്പത്തിലേക്ക് നീങ്ങുവാൻ കാരണക്കാരൻ. അവന്റെ വിധി താൻ തീരുമാനിച്ചു കഴിഞ്ഞു. തനിക്കിനി ആശ്രമത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ പ്രപഞ്ചാനന്ദന് പ്രപഞ്ചം മുഴുവൻ താവളമുണ്ടെന്നും ആരും ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഒരിക്കൽ കേരളം മുഴുവൻ ഒരു തോക്കിൻകുഴലിൽ നടുക്കി നിർത്തിയിരുന്ന റൊണാൾഡ് ഹിഗിറ്റ വീണ്ടും അവതരിക്കാൻ പോകുന്നു. ചോര കൊണ്ട് ചരിത്രം എഴുതാൻ. മരിച്ചെന്ന് വിധി എഴുതിയ പോലീസ് ഫയലുകൾ ഒരിക്കൽ കൂടി തട്ടിക്കുടഞ്ഞ് പുറത്തെടുക്കുവാൻ നേരമായിരിക്കുന്നു. റൊണാൾഡ് ഹിഗിറ്റ ഭാരതം പാകിസ്ഥാനിൽ ലയിക്കണമെന്ന മുദ്രാവാക്യവുമായി യുദ്ധം ചെയ്ത ഭീകരനായ തീവ്രവാദി. പ്രപഞ്ചാനന്ദന്റെ ചുണ്ടിൽ ചിരിയൂറി. കാർ അപ്പോഴേക്കും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ അനേകം ബുൾഡോസറുകളും ടിപ്പർ ലോറികളും മറ്റും കിടപ്പുണ്ടായിരുന്നു. നോ! സ്വയം മറന്ന് അലറുകയായിരുന്നു SP മണിശങ്കർ. അയാളുടെ കയ്യിലിരുന്ന് റിസീവർ വിറകൊണ്ടു. നേരം പ്രഭാതമാവുകയാണ്. റിസീവർ ക്രാഡിലിട്ടിട്ട് അയാൾ കുതിച്ചുയർന്നു. ഹൃദയമിടിപ്പ് ക്ലോക്കിന്റെ ശബ്ദം പോലെ ഉയർന്നതായി തോന്നി. റൊണാൾഡ് ഹിഗിറ്റ. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിച്ചിരിക്കില്ല. അയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. 2 മിനിറ്റ് വേണ്ടി വന്നില്ല മണിശങ്കറിന് തയ്യാറാകുവാൻ.
ഗേറ്റ് കടന്ന മാരുതി ജിപ്സി ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് അതിവേഗം പാഞ്ഞുപോയി. സ്വാമി പ്രപഞ്ചാനന്ദന്റെ ആശ്രമത്തിനരികിലാണ് ആ യാത്ര അവസാനിച്ചത്. അപ്പോൾ ആ പ്രദേശം മുഴുവൻ ജനങ്ങളെയും പോലീസിനെയും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മതിൽക്കെട്ടിനുള്ളിൽ നിന്നും അപ്പോഴും പുക ഉയരുന്നുണ്ട്. മതിലിന്റെ ഒരു ഭാഗം തകർന്നു കിടക്കുകയാണ്. ആൾക്കാർക്കിടയിലൂടെ സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആംബുലൻസുകൾ. മണിശങ്കർ ജീപ്സി ഒതുക്കിയിട്ട് ഇറങ്ങി. ഡിവൈഎസ്പി അശോകൻ അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ. ശ്രദ്ധയോടെ മണിശങ്കർ ചുറ്റും നോക്കി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സ്വാമിയുടെ ആശ്രമമോ അനാഥാലയമോ ഒന്നും ഇന്ന് അവിടെയില്ല. പകരം കുറെ കൽക്കൂനകൾ. ബുൾഡോസറുകൾ കൽക്കൂനകൾ മാറ്റിയിട്ട് ശവശരീരങ്ങൾ ചികയുകയാണ്. ഒരു നിമിഷം കഴിഞ്ഞിട്ടാണ് മണിശങ്കർ വിളിച്ചത്. അശോക സർ, എന്തെങ്കിലും എവിഡൻസ്, വിറ്റ്നസ്? ഒരാൾ മാത്രം അവശേഷിച്ചിട്ടുണ്ട് സർ, കോൺസ്റ്റബിൾ നാരായണൻ. കമോൺ, എനിക്ക് നാരായണനുമായി സംസാരിക്കണം. നിമിഷങ്ങൾക്കുള്ളിൽ നാരായണൻ മുന്നിലെത്തി. സർ, അയാൾ നിന്ന് വിറച്ചു. എനിക്ക് അറിയേണ്ടത് ഇവിടെ എന്തൊക്കെ നടന്നുവെന്നാണ്. മണിശങ്കർ പറഞ്ഞു. രാത്രി 3 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും സർ. ഓർമ്മയിൽ നിന്നും എന്തൊക്കെയോ ചികഞ്ഞെടുത്ത് പറയുകയായിരുന്നു അയാൾ. ഒരു ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗേറ്റ് ഇടിച്ച് തകർത്തുകൊണ്ട് അകത്തേക്ക് വരുന്ന ബുൾഡോസറാണ് കണ്ടത്. ഞങ്ങൾ തോക്ക് ചൂണ്ടി. ബുൾഡോസർ നിന്നു. അതിന്റെ ബ്ലേഡ് ഉയർന്നു. ഞങ്ങൾക്ക് മുന്നിൽ അതൊരു കവചം പോലെയായി. അപ്പോൾ ബുൾഡോസറിൽ ഇരുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ റൊണാൾഡ് ഹ്യൂഗിറ്റ, വീണ്ടും അവതരിച്ചിരിക്കുന്നടാ, കൊല്ലാൻ മാത്രം ഒരു ജന്മം. പറഞ്ഞതും വെടിയുണ്ടകൾ പറന്നു വന്നു. മറ്റുള്ളവർ പിടഞ്ഞു വീണപ്പോൾ എനിക്ക് ഓടാതിരിക്കാനായില്ല. റോഡിലൂടെ കുറെ ദൂരം ഓടിയപ്പോഴേക്കും പിന്നിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. എന്നെ കടന്ന് ആ ബുൾഡോസർ അലറിപ്പാഞ്ഞു പോയി. മണിശങ്കർ നാരായണന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. റൊണാൾഡ് ഹ്യൂഗിറ്റ. അയാൾ ആ പേര് ഉരുവിട്ടു. SP മണിശങ്കറിന്റെ ഓഫീസ്. മണിശങ്കറിന്റെ മുന്നിൽ ഒരു പഴയ ഫയലിന്റെ കമ്പ്യൂട്ടർ കോപ്പി ഉണ്ടായിരുന്നു. അത് സസൂക്ഷ്മം പഠിക്കുകയായിരുന്നു അദ്ദേഹം. നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. മണിശങ്കർ പകുതി കുടിച്ചിട്ട് വച്ചിരുന്ന കടും കാപ്പിയുടെ ഗ്ലാസ് ഉയർത്തി ചുണ്ടോട് ചേർത്തു. ഒരിക്കൽ ഭാരതം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായിരുന്നു റൊണാൾഡ്. താൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ് അയാൾ പ്രതാപിയായി വിഹരിച്ചിരുന്നതെന്ന് മണിശങ്കർ ഓർത്തു. അന്നത്തെ പത്രങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് റൊണാൾഡിന്റെ വീരകഥകൾ. 2 ഡസനിലധികം ആയുധമേന്തിയ പോലീസുകാർക്കിടയിൽ നിന്ന് പോലും ഒരു പിസ്റ്റളിന്റെ പിൻബലത്തിൽ രക്ഷപ്പെട്ടുപോയ ഹ്യൂഗിറ്റ. ഒരു മനുഷ്യന് എങ്ങനെ ഇതൊക്കെ സാധിക്കും എന്നാണ് അന്ന് താൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രിന്റിലെ ആ പഴയ ഫോട്ടോയിലേക്ക് മണിശങ്കർ വീണ്ടും നോക്കി. പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ സുവർണ ക്ഷേത്രത്തിൽ അഭയം നേടിയ റൊണാൾഡ് ഹ്യൂഗിറ്റ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയത് എങ്ങനെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ അയാളുടെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസുമായി ഏറ്റുമുട്ടിയ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശംഖുമുഖം കടപ്പുറത്തുകൂടി ഓടുമ്പോൾ സ്വന്തം കയ്യിലിരുന്ന ബോംബ് പൊട്ടി മരിക്കുകയായിരുന്നു. കത്തിക്കരിഞ്ഞ് ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ മാത്രമാണ് പോലീസിന് കിട്ടിയത്. അതോടെ ആ ഫയൽ ക്ലോസ് ചെയ്യപ്പെട്ടു. ഭാരതം പാകിസ്ഥാനോട് ചേരണമെന്ന വ്യാമോഹവുമായി നടന്ന ഒരു രാജ്യാന്തര കുറ്റവാളിയുടെ ഭീകരമായ അന്ത്യമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ വീണ്ടും അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? എത്രയൊക്കെ കൂട്ടിക്കേൾക്കലുകൾ നടത്തിയിട്ടും മണിശങ്കറിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. റൊണാൾഡ് ഹ്യൂഗിറ്റയ്ക്ക് അന്ന് പ്രായം 25-നും 30-നും മധ്യയായിരുന്നു. അനേകം ആളുകൾ അയാളുടെ അന്ത്യത്തിന് ദൃക്സാക്ഷികളായിരുന്നു. ഇനി ഒരു പക്ഷേ റൊണാൾഡ് ഹ്യൂഗിറ്റ എന്ന പേരിൽ മറ്റാരെങ്കിലും വന്നതായിക്കൂടെ? സ്വാമി പ്രപഞ്ചാനന്ദന്റെ നിർദ്ദേശാനുസരണം ആരോ വന്നതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. അതിനാണ് ഏറെ സാധ്യത എന്ന് കൂടുതൽ ചിന്തിച്ചപ്പോൾ മണിശങ്കറിന് തോന്നി. പലരും ഇത്തരം രീതികൾ സ്വീകരിക്കാറുണ്ട്. കുപ്രസിദ്ധ കുറ്റവാളികളുടെ പേരിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടുള്ള നിഗൂഢമായ കളികൾ. സമയം കടന്നു പോവുകയാണ്. മണിശങ്കർ തന്റെ സീറ്റിൽ നിന്ന് എണീറ്റിട്ടില്ല. ഇനിയും ഈ കേസിന് തുമ്പുണ്ടാകാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. IG-യോടും DGP-യോടും മറ്റും താൻ എന്തുത്തരം പറയും? രാഘവൻ എവിടെയാണുള്ളതിനും യാതൊരു ഉത്തരവുമില്ല. ഒരിക്കൽ പോലും താൻ ഏറ്റെടുത്ത ഒരു കേസ് ഇത്രയും നീണ്ടുപോയിട്ടില്ലെന്ന് മണിശങ്കർ ഓർത്തു. മണിശങ്കർ തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരുന്ന വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവം നോക്കി മനസ്സിലാക്കി.
റിമാൻഡിൽ കഴിയുന്ന ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണനെയും SP ആദിത്യനെയും ചോദ്യം ചെയ്തിട്ടില്ല. നാൻസി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാഘവന്റെ അടുത്ത ഇരകൾ അവരാണ്. മണിശങ്കർ പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അയാൾ എഴുന്നേൽക്കുമ്പോൾ സമയം 10:30. ജിപ്സി വർക്ക്ഷോപ്പിലായിരുന്നു. അടുത്ത ദിവസം വീണ്ടും നാൻസിയെ കാണണം എന്ന ചിന്തയോടെ മണിശങ്കർ ജീപ്പിൽ കയറി. 10 മിനിറ്റ് സഞ്ചരിച്ചാൽ ക്വാർട്ടേഴ്സിലെത്താം. റോഡ് താരതമ്യേന വിജനമാണ്. 5 മിനിറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. പൊടുന്നനെയാണ് മണിശങ്കർ അത് കണ്ടത്. എതിരെ പാഞ്ഞു വരുന്ന ഒരു ബുൾഡോസർ. ഞെട്ടിപ്പോയി. സ്വാമി പ്രപഞ്ചാനന്ദന്റെ ആശ്രമം തകർത്ത ബുൾഡോസർ തന്നെയാവുമോ ഇത്? കൂടുതൽ ചിന്തിക്കാൻ നേരമില്ല. പെട്ടെന്ന് ബ്രേക്ക് അമർത്തി ജീപ്പ് ഇടത്തേക്കൊതുക്കി. ആ ഭാഗത്ത് മതിലാണ്. എന്നാൽ ബുൾഡോസറിന്റെ ലക്ഷ്യം താൻ തന്നെയാണെന്ന് അയാൾക്കുറപ്പായി. വന്ന വേഗതയിൽ തന്നെ അതിന്റെ ബ്ലേഡ് നീണ്ടുവന്നു. മണിശങ്കർ റിവോൾവർ വലിച്ചെടുത്ത് നിറയൊഴിച്ചു. ബ്ലേഡിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടായി. ബുൾഡോസറിൽ ഇരുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ തീക്കട്ടകൾ ജ്വലിച്ചു. ക്രൂരമായി അയാൾ അട്ടഹസിച്ചു. തുലഞ്ഞു പോടാ! ബ്ലേഡ് ജീപ്പിനെ പിന്നോട്ട് തള്ളി മതിലിനോട് ചേർത്ത് ഞെരിച്ചു. ഒരു തകരപ്പാട്ട കണക്കെ ജീപ്പ് ചുളുങ്ങിപ്പോയി. അതിന് ഒരു നിമിഷം മുമ്പ് തന്നെ മണിശങ്കർ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ചാടിയിരുന്നു. ബുൾഡോസർ മതിൽ തകർത്തുകൊണ്ട് ജീപ്പിനെ അപ്പുറത്തേക്ക് തള്ളി. വിജൃംഭിത വീര്യത്തോടെ മണിശങ്കർ കുതിച്ചുയർന്നു. ബുള്ളറ്റുകൾ ചീറിയെത്തി. ബുൾഡോസറുകൾ പിന്നോക്കം മാറിയിട്ട് അയാൾക്ക് നേരെ വീണ്ടും കുതിച്ചു വന്നു. ഒരു ഞണ്ടിനെ പോലെ അതിപ്പോൾ തന്നെ പൊടിച്ചു കളയുമെന്ന് മണിശങ്കറിന് തോന്നി. അയാൾ തിരിഞ്ഞോടി. ബുൾഡോസർ പിന്നാലെ എത്തി. അതിലിരുന്ന മനുഷ്യൻ പൂച്ച എലിയെ പിടിക്കുന്ന ഭാവത്തിലായിരുന്നു. മുന്നിലെ വളവ് തിരിഞ്ഞ് ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിലെ വെളിച്ചം അടുത്തു വരുന്നത് മണിശങ്കർ കണ്ടു. ബുൾഡോസറിൽ ഇരുന്ന മനുഷ്യനും അത് ശ്രദ്ധിച്ചു. മണിശങ്കർ റോഡിന്റെ ഓരത്തേക്ക് വെട്ടിത്തിരിഞ്ഞതും പിന്നിലേക്ക് തിരിഞ്ഞോടിയതും ഒന്നിച്ചായിരുന്നു. അങ്ങനെയൊരു നീക്കം ശത്രു പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു. ആ നിമിഷം മുന്നിൽ നിന്ന് വന്ന ലോറിയും ബുൾഡോസറും തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞിരുന്നു. ഇടിയുടെ ശക്തിയിൽ ലോറി വെട്ടിത്തിരിഞ്ഞ് റോഡിന് കുറുകയായി. ബുൾഡോസർ അതിനെ ഇടിച്ചു മറിച്ചു. ഈ തക്കത്തിന് മണിശങ്കർ തിരിഞ്ഞു വന്ന് ബുൾഡോസറിൽ കയറി. പക്ഷേ ബുൾഡോസറിൽ ഒറ്റയാൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇടിയുടെ ആഘാതത്തിൽ ശത്രു തെറിച്ചു പോയാലോ? ലോറിക്കടിയിൽ നിന്നും നിലവിളികൾ കേട്ടു. ഫയർ വാഗണുകളും ആംബുലൻസുകളും അലറിപ്പാഞ്ഞു വന്നു. നടു റോഡിൽ ലോറിയും ബുൾഡോസറും തമ്മിൽ കൂട്ടിയിടിച്ചതിന്റെ ശബ്ദം കേട്ട് പരിസരവാസികളൊക്കെ ഞെട്ടിയുണർന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. മറിഞ്ഞ് തകർന്നു കിടക്കുന്ന ലോറി, രക്തം നിറഞ്ഞ റോഡ്. ആരും മരിച്ചിരുന്നില്ല. ലോറിയിൽ ഉണ്ടായിരുന്നവരെ പുറത്തിറക്കാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. മണിശങ്കർ അവിടെ മുഴുവൻ തിരഞ്ഞുവെങ്കിലും ബുൾഡോസറിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്വാമി പ്രപഞ്ചാനന്ദൻ കിതപ്പോടെ വിസ്കി കുപ്പിയുടെ അടപ്പ് കടിച്ചു തുറന്ന് ഒരു കവൾ വിസ്കി വായിലേക്ക് കമിഴ്ത്തി. ഒരിറ്റു വെള്ളം പോലും ചേർക്കാതെ തന്റെ ഷാൾ കൊണ്ട് ചുണ്ടു തുടച്ചു. ക്രമേണ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. വീണ്ടും വീണ്ടും അയാൾ വിസ്കി വായിലേക്ക് ഒഴിച്ചു. അയാൾക്ക് മുന്നിൽ ഒരു മെഴുകുതിരി എരിയുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തെ കസേരകളിൽ 2 പേർ ആ മുഖത്തേക്ക് തന്നെ ദൃഷ്ടികൾ ഊന്നി ഇരിക്കുകയാണ്. ഒരു സിഗരറ്റ് കൂടി കത്തിക്കുവാനുള്ള സമയമെടുത്തിട്ടാണ് സ്വാമി സംസാരിച്ചത്. റൊണാൾഡ് ഹ്യൂഗിറ്റയെ തേടി പോലീസ് ഇപ്പോൾ നഗരം മുഴുവൻ അരിച്ചു പെറുക്കിയാവും. ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരളം ഇനിയൊരു ചാരക്കൂന മാത്രമാകും. SP മണിശങ്കറെ ഞാൻ എൻ്റെ മുന്നിൽ നിർത്തിപ്പൊരിക്കും. ടോർച്ചർ റൂമിൽ അവമാർ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിരിക്കും എൻ്റെ ശിക്ഷാരീതികൾ. നാളെ കഴിഞ്ഞ് കോയമ്പത്തൂർ ഒരു പിടി ചാരമായി മാറും. എല്ലാ കണ്ണുകളും അപ്പോൾ അങ്ങോട്ട് തിരിയും. ആ നേരത്ത് അടുത്ത കളി നമ്മൾ ഇവിടെ നടത്തും. മുന്നിലിരുന്നവർ തലകുലുക്കി. സ്വാമി പ്രപഞ്ചാനന്ദൻ കുസൃതി കലർന്ന ഒരു ചിരിയോടെ താടിയിൽ തടവി. അടുത്ത ദിവസം അതിരാവിലെ SP മണിശങ്കർ തന്റെ ജിപ്സിയിൽ യാത്രയായി. പ്രധാന പാത വിട്ട് ജിപ്സി ഇടത്തേക്ക് തിരിഞ്ഞ് ഒരു കയറ്റം കയറുവാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുന്നിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ടു. അവിടെ താൽക്കാലികമായി സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിൽ മണിശങ്കറിന്റെ കണ്ണുകൾ ഉടക്കി. അനിത കൺസ്ട്രക്ഷൻസ്. ജീപ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിന് മുന്നിൽ നിന്നു. ധാരാളം ടിപ്പർ ലോറികളും ബുൾഡോസറുകളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ജീപ്പിൽ നിന്ന് മണിശങ്കർ ഇറങ്ങിയപ്പോൾ ഷെഡിന്റെ വാതിൽക്കൽ തടിച്ച് കുള്ളനായ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ജുബ്ബയും മുണ്ടും വേഷം. ശിരസിന്റെ മുക്കാൽ ഭാഗത്തോളം കഷണ്ടി വ്യാപിച്ചിട്ടുണ്ട്. കഴുത്തിലും വലതു കൈയിലും കട്ടി ചെയിനുകൾ, സ്വർണ്ണ സ്ട്രാപ്പുള്ള വാച്ച്. കോൺട്രാക്ടർ അനിരുദ്ധൻ. SP കണ്ട് അയാൾ വിനയാന്വിതനായി. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു സർ. പ്രത്യേകിച്ച്? മണിശങ്കർ ഗൗരവം വിടാതെ തിരക്കി. എൻ്റെ ഒരു ബുൾഡോസർ ഇവിടെ നിന്നും മോഷണം പോയി. മണിശങ്കറിൽ നിന്നും അവ്യക്തമായ ഒരു ശബ്ദമുയർന്നു.
താൻ പ്രതീക്ഷിച്ചു വന്ന കാര്യം തകിടം മറിഞ്ഞത് മണിശങ്കർ അറിഞ്ഞു. എപ്പോഴാണ് കാണാതായത്? മിനിഞ്ഞാന്ന് രാത്രിയിൽ. എന്നിട്ട് നിങ്ങൾ ഇതുവരെ പോലീസിൽ വിവരം അറിയിക്കാതിരുന്നത്? ഒരു ബുൾഡോസർ മറ്റൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിരുന്നു. ബുൾഡോസറും അതിന്റെ ഡ്രൈവറും കാണാതെ വന്നപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഇന്നലെ വൈകിട്ട് ഡ്രൈവർ മടങ്ങി വന്നു. വീട്ടിൽ പോയ അയാൾക്ക് എന്തോ അസൗകര്യമുണ്ടായെന്നും മടങ്ങി വരാൻ പറ്റിയത് അപ്പോഴാണെന്നും പറഞ്ഞു. ബുൾഡോസർ അയാൾ കൊണ്ടുപോയിരുന്നുമില്ല. മോഷണം പോയ വിവരം അപ്പോഴാണ് ഞാൻ അറിയുന്നത്. SP മണിശങ്കർ കോൺട്രാക്ടർ അനിരുദ്ധന്റെ മുഖത്തു നിന്ന് കണ്ണുകളെടുത്തില്ല. കൂടുതലൊന്നും സംസാരിക്കാതെ പിന്തിരിഞ്ഞു. ജീപ്പിനടുത്തെത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മിസ്റ്റർ അനിരുദ്ധൻ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും. പിന്നീട് നാം തമ്മിൽ കാണുന്നത് ടോർച്ചർ റൂമിൽ വെച്ചായിരിക്കും. അനിരുദ്ധൻ വിയർക്കാൻ തുടങ്ങി. അയാളുടെ മുഖം ഭീതി കൊണ്ട് വിവർണമായി. മണിശങ്കറുടെ കണ്ണുകൾ കുറുകി. നിങ്ങൾ പറഞ്ഞ ആ ഡ്രൈവറെ എനിക്ക് ഇപ്പോൾ തന്നെ കാണണം. അയാൾ അയാൾ ഇവിടെ ഇല്ല സർ. എവിടെ പോയി? വീട്ടിൽ. എങ്കിൽ നിങ്ങൾ കൂടി ജീപ്പിൽ കയറാൻ. നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോകാം. അനിരുദ്ധന് അനുസരിക്കാതിരിക്കാനായില്ല. ജീപ്പ് കുതിച്ചു പാഞ്ഞു അനിരുദ്ധൻ പറഞ്ഞ വഴികളിലൂടെ. ആ വളവ് കൂടി കഴിഞ്ഞാൽ ഡ്രൈവറുടെ വീടായി, അനിരുദ്ധൻ പറഞ്ഞു. പക്ഷേ വളവ് തിരിഞ്ഞതും മണിശങ്കർ ഒന്ന് ഞെട്ടി. റോഡിൽ നിറയെ ആൾക്കാർ കൂടി നിൽക്കുന്നു. നിലവിളികൾ ഉയരുന്നു. മണിശങ്കർ ബ്രേക്ക് അമർത്തി ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് ഓടിച്ചെന്നു. ആൾക്കാർ വഴിയൊഴിഞ്ഞു. മണിശങ്കർ കണ്ടു ആർത്തലച്ച് കരയുന്ന സ്ത്രീകൾ. അവർക്ക് നടുവിൽ ചോര തീർത്ത വലയത്തിനുള്ളിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരാൾ. മണിശങ്കറുടെ പിന്നിലെത്തിയ കോൺട്രാക്ടർ അനിരുദ്ധന്റെ വായിൽ നിന്നും അടക്കിയ ഒരു നിലവിളി പുറത്തു വന്നു. SP തല തിരിച്ചു നോക്കി. ഇത് അയാളാണ് സർ, ഡ്രൈവർ, അനിരുദ്ധൻ പറഞ്ഞു. ഐസ് പോലെ തണുത്ത ഒരു വെടിയുണ്ട തന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയതുപോലെ തോന്നി മണിശങ്കറിന്. തങ്ങളെക്കാൾ വേഗം കൊലയാളി ഇവിടെ എത്തിയോ? പിന്നീട് എല്ലാം വളരെ വേഗത്തിലാണ് നടന്നത്. മണിശങ്കർ മെസ്സേജ് നൽകിയതിനനുസരിച്ച് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി. ആൾക്കാരെ അകറ്റി. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. റോഡിൽ മൃതദേഹത്തിനരികിലിരുന്ന് കരയുന്ന അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളെയും അവിടെ ഉണ്ടായിരുന്ന മറ്റു പലരെയും ചോദ്യം ചെയ്തു. സംഭവത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടി. മരിച്ച മനുഷ്യന്റെ പേര് ദയാനന്ദൻ എന്നായിരുന്നു. അയാൾക്ക് ഭാര്യയും 2 മക്കളുമാണുള്ളത്. രാവിലെ ഉറക്കമുണർന്ന അയാൾ മുറ്റത്തിരുന്ന് പല്ല് തേക്കുമ്പോഴാണ് റോഡിൽ ഒരു ചുവന്ന ടൊയോട്ട കാർ വന്നു നിന്നത്. അതിന്റെ മുൻസീറ്റിൽ നിന്നിറങ്ങിയ മനുഷ്യൻ ദയാനന്ദന്റെ അടുത്തെത്തി. ശബ്ദം താഴ്ത്തി ഇരുവരും ഇത്തിരി നേരം സംസാരിച്ചു. ദയാനന്ദൻ മുഖം കഴിയിട്ട് ആഗത്തിനോടൊപ്പം കാറിനടുത്തേക്ക് നടന്നു പോകുന്നത് അയാളുടെ ഭാര്യ കണ്ടു. വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ടവർ ആ കാറിന് നേരെ നോക്കി. നല്ല കാർ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. കാറിന്റെ പിൻസീറ്റിൽ ഇടതുഭാഗത്തെ ഗ്ലാസ് താഴേക്ക് അമരുന്നതും ഒരു മനുഷ്യന്റെ മുഖം പ്രത്യക്ഷപ്പെടുന്നതും കൗതുകത്തോടെയാണ് അവർ കണ്ടത്. ആരായിരിക്കും അതെന്ന് ചിന്തിക്കുമ്പോൾ ഒരു തോക്കിൻകുഴൽ പുറത്തേക്ക് നീണ്ടു. തുടരെ തുടരെ 4-5 വെടികൾ പൊട്ടി. തന്റെ ഭർത്താവിന്റെ കിടിലം കൊള്ളിക്കുന്ന അലർച്ച കേട്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് അവൾ റോഡിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ദയാനന്ദൻ ചോരയിൽ കുളിച്ച ഒരു പഴന്തുണിക്കെട്ടുപോലെ തറയിലേക്ക് വീണിരുന്നു. അയാളെ വിളിക്കാനെത്തിയ മനുഷ്യൻ ഇതിനകം കാറിൽ കയറി കഴിഞ്ഞിരുന്നു. കാർ വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. ഇത്രയും കേട്ടുകഴിഞ്ഞ മണിശങ്കർ ചിന്തയിലാണ്ടു. താൻ ദയാനന്ദനെ കാണാൻ പോകുന്നുവെന്ന കാര്യം ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചോർന്നിട്ടുണ്ടാവണം. ദയാനന്ദനെ തനിക്ക് കിട്ടിയാൽ ശത്രു കുടുങ്ങുമെന്ന് ഉറപ്പുണ്ടായിരുന്നിരിക്കണം. അതിനാണ് അയാളെ തകർത്തത്. മണിശങ്കർ DYSP അശോകനെ അടുത്തേക്ക് വിളിച്ചു. തൽക്കാലം കോൺട്രാക്ടർ അനിരുദ്ധനെ ഞാൻ വെറുത്തു വിടുകയാണ്. പക്ഷേ ഇനിയുള്ള അയാളുടെ ഓരോ നീക്കവും നാം അറിയണം. ശരി സാർ. കുറെ നേരം കഴിഞ്ഞപ്പോൾ മണിശങ്കർ പുറപ്പെടാൻ ഒരുങ്ങി. അപ്പോഴാണ് അശോകൻ സുപ്രധാനമായ ഒരു വിവരവുമായി എത്തിയത്. സർ, ദയാനന്ദൻ നേരത്തെ സ്വാമി പ്രപഞ്ചാനന്ദന്റെ ആശ്രമത്തിൽ ഡ്രൈവറായി ജോലി നോക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞു? അയാളുടെ ഭാര്യ പറഞ്ഞു. മണിശങ്കറിന്റെ കണ്ണുകൾ വിടർന്നു. അശോക. സർ. കോൺട്രാക്ടർ അനിരുദ്ധനെ നമുക്ക് വേണം. ഒരുപാട് പിടിപാടുള്ളവരായിരിക്കും കോൺട്രാക്ടർമാർ. അതുകൊണ്ട് ഇരു ചെവി അറിയാതെ വരുന്ന രാത്രി പുലരും മുമ്പ് അയാൾ നമ്മുടെ ടോർച്ചർ റൂമിൽ എത്തണം. സർ. അയാളെ ട്രേസ് ചെയ്യാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തോ? യെസ് സർ. അപ്പോ ഇനി രാത്രി കാണാം. മണിശങ്കർ ജിപ്സി ഓടിച്ചു പോയി. ആ ചുവന്ന ടൊയോട്ടയെക്കുറിച്ച് ഇനി തിരക്കിയിട്ട് കാര്യമില്ലെന്ന് തോന്നിയെങ്കിലും യാദൃശ്യമായി കണ്ടെത്തിയാൽ
കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ട ഏർപ്പാട് ചെയ്തിരുന്നു. ഈ നേരത്ത് കോൺട്രാക്ടർ അനിരുദ്ധൻ വർക്ക് സൈറ്റിൽ തിരികെ എത്തിയിരുന്നു. ആ നിമിഷം ഫോൺ ശബ്ദിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. മണിശങ്കറിന് നിന്നെ സംശയമുണ്ട്, സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യാം. അറിയാതെ പോലും നാവിൻ തുമ്പിൽ നിന്ന് ഒരക്ഷരം പുറത്തു പോകരുത്. ഇല്ല, രഹസ്യങ്ങൾ പുറത്തായാൽ ദയാനന്ദിന് പിന്നാലെ നീയും അങ്ങേ ലോകത്തേക്ക് പോകും. അനിരുദ്ധൻ മിണ്ടിയില്ല. അയാൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അപ്പുറത്ത് റിസീവർ ക്രാഡിലിൽ വീണ് കഴിഞ്ഞപ്പോഴും അനിരുദ്ധൻ അങ്ങനെ തന്നെ നിന്നു. മണിശങ്കർ ഹോസ്പിറ്റലിലെത്തി നാൻസിയെ കണ്ടു. തലേനാളത്തേക്കാൾ ഉന്മേഷവതിയായി കഴിഞ്ഞിരുന്നു അവൾ. രാഘവൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന വിചാരമാണ് മരുന്നുകളെക്കാൾ കൂടുതൽ അവൾക്ക് ആശ്വാസമേകിയത്. ഇപ്പോഴെങ്ങനെയുണ്ട്? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അധിക ദിവസം ഇനി നാൻസിക്ക് ഇവിടെ കഴിയേണ്ടി വരില്ല. എന്നിട്ടും അവൾക്ക് സന്തോഷം തോന്നിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർ? ചോദിക്കൂ. എൻ്റെ രാഘവേട്ടനെ രക്ഷിക്കാൻ യാതൊരു മാർഗവുമില്ലേ സർ? മണിശങ്കറിന് അല്പനേരത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ മോളെ അവർ കൊന്നു. ഞങ്ങളെ ഇത്തരത്തിലാക്കിയതും അവരാണ്. അതിൻ്റെ പ്രതികാരമായിട്ടാണ് രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നാൻസി പറഞ്ഞു. പക്ഷേ നിയമത്തിന് മുന്നിൽ അയാൾ കുറ്റവാളിയാണ് നാൻസി. മണിശങ്കർ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയത് അവരല്ലേ സർ? ആയിരിക്കാം. എന്നാലും സാറിന് അറിയുമോ എന്തുമാത്രം കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു വിവാഹമായിരുന്നു ഞങ്ങളുടേതെന്ന്? എന്നിട്ടും 1 വർഷം ഞങ്ങൾക്ക് ഒന്നിച്ചു കഴിയാനായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല സർ. അദ്ദേഹത്തെ രക്ഷിക്കാൻ സാറിനാവുമോ? നാൻസിയുടെ ചോദ്യം മണിശങ്കറിന്റെ മനസ്സിനെ സ്പർശിച്ചു. അല്ല, അതിപ്പോ കഴിയില്ല അല്ലേ സർ? വിഷാദത്തിൽ പൊതിഞ്ഞ ഒരു ചിരി നാൻസിയുടെ ചുണ്ടിൽ വിരിഞ്ഞു. എങ്കിൽ അങ്ങ് എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുമോ സർ? എനിക്ക് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും ചെയ്തു തരാം. രാഘവേട്ടനെ മുന്നിൽ കിട്ടിയ ഒരു പേപ്പട്ടിയെ പോലെ വെടിവെച്ച് കൊന്നു കളയരുതേ. ജയിലിലാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. വല്ലപ്പോഴുമെങ്കിലും എനിക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. നാൻസിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഇത് സാറിൻ്റെ കുഞ്ഞു മകളുടെ ഒരു അപേക്ഷയാണെന്ന് കരുതി ദയവ് കാണിക്കണം. അനുകൂലമായോ പ്രതികൂലമായോ അയാൾ ഒന്നും പറഞ്ഞില്ല. എണീറ്റ് പുറത്തേക്ക് നടന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ പഴയ നേഴ്സിന്റെ സഹായത്തോടെ വേഷം മാറിയ രാഘവൻ നാൻസിയെ കാണാനെത്തി. മണിശങ്കർ ഓഫീസിലെത്തുമ്പോൾ അയാൾക്ക് കൈമാറുവാൻ ഒരു വാർത്തയുമായി കാത്തിരിക്കുകയായിരുന്നു ഡിവൈഎസ്പി അശോകൻ. സർ, വണ്ടലം കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്ത് പുതുമയിരിക്കുന്നു അശോക? സ്ത്രീകളുള്ള സ്ഥലങ്ങളിലൊക്കെ പീഡനങ്ങളും ഉണ്ടാകുമെന്നാണല്ലോ ഭരണാധികാരികൾ പോലും ആശ്വാസം കൊള്ളുന്നത്. മണിശങ്കർ കസേരയിലിരുന്നു. എന്നാൽ ഇതിന് പുതുമയുണ്ട് സർ. വൈ? മണിശങ്കർ തലയുയർത്തി. കോളേജിൽ അവളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് പീഡനത്തിന് പിന്നിൽ. എന്നാൽ ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് സർ. ആ പെൺകുട്ടി സ്വാമി പ്രപഞ്ചാനന്ദന്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. മണിശങ്കർ പിടഞ്ഞുണർന്നു. അതുവരെ ഇല്ലാതിരുന്ന ഉദ്വേഗം ആ മുഖത്ത് നിറഞ്ഞു. അശോകൻ പൂർവാധികം ഉത്സാഹത്തോടെ തുടർന്നു. ഒരിക്കൽ ഈ അധ്യാപകരിൽ ആരോ ആണ് ആ കുട്ടിയെ പ്രപഞ്ചാനന്ദന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയത്. അവിടെ വെച്ച് അയാൾ പ്രസാദമാണെന്ന് പറഞ്ഞ് എന്തോ ഒരു തരം പൊടി അവളുടെ നാവിലിട്ട് കൊടുത്തു പോലും. പിന്നീട് എന്തൊക്കെ നടന്നുവെന്ന് പെൺകുട്ടിക്ക് അറിയില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വാമിയുടെ ഫോൺ കോൾ അവളെ തേടിയെത്തി. ആശ്രമത്തിലേക്ക് ചെല്ലുവാൻ അവൾ വിസമ്മതിച്ചപ്പോൾ ഒരാൾ വശം ഒരു കാസറ്റ് സ്വാമി കൊടുത്തുവിട്ടു. അതിൽ അവളുടെ വിവിധ രീതികളിലുള്ള രതിക്രീഡകളുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അവൾക്ക് പിന്നെ സ്വാമിയെ അനുസരിക്കാതിരിക്കാനായില്ല. ആശ്രമത്തിലെത്തിയ അവളെ സ്വാമിയുടെ ഒരു നിർദ്ദേശാനുസരണം ഒരാൾ കാറിൽ കൊണ്ടുപോയി. പെൺകുട്ടിക്ക് അയാളുടെ പേരറിയില്ലെങ്കിലും രൂപം വിവരിച്ചതിൽ നിന്നും അത് കോൺട്രാക്ടർ അനിരുദ്ധനാണെന്ന് ഉറപ്പാണ്. മണിശങ്കറുടെ തലച്ചോറിൽ പുതിയൊരു വെളിച്ചം പരന്നു. തന്റെ നിഗമനങ്ങൾ പലതും ശരിയായി വരികയാണ്. സ്വാമിയും അനിരുദ്ധനും തമ്മിൽ കാര്യമായ ബന്ധമുണ്ട്. അനിരുദ്ധം കൂടി അറിഞ്ഞുകൊണ്ടാണ് റൊണാൾഡ് ഹ്യൂഗിറ്റ ബുൾഡോസർ കൊണ്ടുപോയത്. എന്നിട്ട്? മണിശങ്കർ താല്പര്യത്തോടെ ചോദിച്ചു. ആ മനുഷ്യൻ പെൺകുട്ടിയെ എത്തിച്ചത് ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണന്റെയും ASP ആദിത്യന്റെയും അടുത്താണ്. അവരും ക്രൂരമായി അവളെ ഉപയോഗിച്ചു. ഈ വിവരം വല്ലതും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നായിരുന്നു അവരുടെ ഭീഷണി. അവർ ജയിലിലാകുകയും സ്വാമി പിടിക്കപ്പെടും എന്നുറപ്പാവുകയും ചെയ്തപ്പോഴാണ് പെൺകുട്ടി എല്ലാം തുറന്നു പറയാൻ തയ്യാറായത്. അശോകൻ പറഞ്ഞു. മതി അശോക,
ഇനി ഒരു നിമിഷം പോലും കളയണ്ട. ഇപ്പൊ തന്നെ അനിരുദ്ധനെ പൊക്കണം. ക്വിക്ക്. സർ. അശോകൻ അറ്റൻഷനിലായി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. അനിരുദ്ധിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ടെന്ന് മണിശങ്കറിന് മനസ്സിലായി. ഈ രാത്രി പുലരും മുമ്പ് തന്നെ സ്വാമി പ്രപഞ്ചാനന്ദനും റൊണാൾഡ് ഹ്യൂഗിറ്റയും ഇരുമ്പുഴയ്ക്കുള്ളിലാകും. തന്റെ ജോലിയുടെ പകുതി ഭാരം കുറയാൻ പോവുകയാണ്. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. മണിശങ്കർ റിസീവർ എടുത്തു. അപ്പുറത്ത് DGP കൃഷ്ണയ്യരായിരുന്നു. മനു, നിനക്ക് കൂടുതൽ തലവേദനകൾ ഉണ്ടാകാൻ പോവുകയാണ്. എന്താണ് സർ? വാക്കുകളിൽ ഉദ്വേഗം തുടിച്ചു. കേരളത്തിൽ നടന്നതിന്റെ 10 ഇരട്ടി സ്ഫോടനങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ സർ, അതും നമ്മളുമായി എന്താണ് ബന്ധമെന്നാവും ചോദ്യം, അല്ലേ? ഉണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ നേതാവ് സ്വാമി പ്രപഞ്ചാനന്ദനാണ്. മാത്രമല്ല, നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ അളവ്. മറ്റേത് ജില്ലയെക്കാളും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അനുയോജ്യം പത്തനംതിട്ട ജില്ലയെന്നാണ് പൊതുവെ ഇക്കൂട്ടരുടെ വിശ്വാസം. മണിശങ്കർ കാതുകൂർപ്പിച്ച് കേട്ടിരുന്നു. തമിഴ്നാട്ടിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തമിഴ്നാട് സർക്കാർ ചെയ്യട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് പ്രപഞ്ചാനന്ദനെ ഇവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, സ്ഫോടക വസ്തുക്കൾ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ല. സർ, തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. വേണ്ടി വന്ന SP ആദിത്യനെയും ആഭ്യന്തരമന്ത്രിയായ ജയകൃഷ്ണനെയും ചോദ്യം ചെയ്യാനുള്ള അനുവാദം എനിക്ക് കിട്ടണം. ഷുവർ. എപ്പോ വേണമെന്ന് മനു പറഞ്ഞാൽ മതി. നടപടിക്രമങ്ങൾ ഇത്തിരി വ്യതിചലിപ്പിക്കേണ്ടി വന്നിട്ടായാലും നിനക്ക് അതിനുള്ള അവസരം ലഭ്യമാക്കാം. താങ്ക് യു സർ. മണിശങ്കർ റിസീവർ വെച്ചു. ഈ സമയത്ത് കോൺട്രാക്ടർ അനിരുദ്ധനെ തേടുകയായിരുന്നു അശോകൻ. പക്ഷേ നിരീക്ഷിക്കാൻ നിയോഗിച്ചിരുന്ന പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഭൂമി പിളർന്നു താണതുപോലെ അയാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. വർക്ക് സൈറ്റിലും അയാളുടെ വീട്ടിലുമൊക്കെ DYSP അശോകൻ ചെന്നു. നിരാശയായിരുന്നു ഫലം. ജീപ്പിൽ മടങ്ങുകയായിരുന്നു അശോകനും പോലീസ് സംഘവും. റോഡിന് നടുവിൽ ഒരു കടലാസ് പൊതി കിടക്കുന്നത് കണ്ടെങ്കിലും അത് കാര്യമാക്കാതെ ഡ്രൈവർ ജീപ്പ് വിട്ടു. ജീപ്പ് അപ്പുറം കടന്നപ്പോൾ ആ പൊതി റോഡിൽ ഉണ്ടായിരുന്നില്ല. ശക്തമായ കാന്തിക ശക്തിയുള്ള ആ പൊതി ജീപ്പിന്റെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ പിൻസീറ്റിലിരുന്ന ഒരുവന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. നിർത്തിയിട്ടിരുന്ന കാറിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ സാവധാനം ഗ്ലാസ് ഉയർത്തി. അപ്പോൾ അയാളുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി ഉണ്ടായിരുന്നു. അയാൾ വാച്ച് നോക്കി. സമയം 4:10. ഇനി 5 മിനിറ്റ്. അതോടെ DYSP അശോകന്റെ അന്വേഷണം തീരും. അയാൾ ഡ്രൈവറോട് പറഞ്ഞു, ഇനി വണ്ടി വിട്ടോ, നമ്മുടെ ജോലി കഴിഞ്ഞു. തങ്ങൾ ബോംബിന് പുറത്താണ് യാത്ര ചെയ്യുന്നതെന്നറിയാതെ മുന്നോട്ടു പോവുകയായിരുന്നു അശോകനും സംഘവും. ഉടൻ SP-യുടെ വയർലെസ് മെസ്സേജ്. അനിരുദ്ധനെ കിട്ടിയോ അശോക? ഇല്ല സർ. ശരി, എങ്കിൽ താൻ ഉടനെ ഇങ്ങോട്ട് വരിക. സർ. പക്ഷേ ആ നിമിഷം അവിടെ നടുക്കിക്കൊണ്ട് ഒരു സ്ഫോടന ശബ്ദം ഉയർന്നു. കാഴ്ചക്കാരൊക്കെ അലറി വിളിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസ് ജീപ്പ് ചിതറിത്തെറിക്കുന്നതും അതിന്റെ ഭാഗങ്ങളിൽ അഗ്നി പൊതിയുന്നതുമാണ് മറ്റുള്ളവർ കണ്ടത്. എതിരെ വന്ന ഒരു സൈക്കിൾ യാത്രക്കാരനും സ്ഫോടനത്തിൽപ്പെട്ടു. ചിതറിപ്പോയ മനുഷ്യഭാഗങ്ങൾ റോഡിൽ അങ്ങിങ്ങു വീണു. തീ പിടിച്ച ഒരു ടയർ തനിയെ റോഡിലൂടെ ഉരുണ്ടു. ജീപ്പിലുണ്ടായിരുന്നവർക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ജനങ്ങൾ ഭയത്തോടെ അങ്ങിങ്ങ് നോക്കി നിൽക്കുമ്പോൾ വയർലെസ്സിലൂടെ അലറുകയായിരുന്നു SP മണിശങ്കർ. അശോക, എന്താണുണ്ടായത്? പക്ഷേ അതിന് മറുപടി കിട്ടിയില്ല. വയർലെസ് ബന്ധം പാടെ നിലച്ചിരുന്നു. മണിശങ്കർ കുതിച്ചെണീറ്റു. എവിടെ വച്ചാണ് അശോകന് അപകടപ്പെടുന്നതെന്ന് വ്യക്തമല്ല. വയർലെസ് റൂമിൽ ഉണ്ടായിരുന്നവരെ അയാൾ നോക്കി. അവരും വിളറി വെളുത്തുപോയിരുന്നു. എല്ലായിടത്തേക്കും മെസ്സേജ് നൽകൂ. സ്പോട്ട് ഏതെന്നറിയൂ. ക്വിക്ക്. അവർ അനുസരിച്ചു. പക്ഷേ അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. അപകട വിവരം അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ്. ഇലന്തൂരിനടുത്തുള്ള ഒരു നെൽവയലിനരികിൽ വെച്ചാണ് സംഭവം. ഫയർഫോഴ്സിലും ഹോസ്പിറ്റലിലും വിവരം അറിയിക്കൂ. വയർലെസ് റൂമിലുണ്ടായിരുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ട് മണിശങ്കർ പുറത്തേക്ക് പാഞ്ഞു. ജിപ്സി അലറി കുതിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ഫയർ വാഗണുകളുടെ മുരൾച്ച കേട്ടു. തൊട്ടു പിന്നാലെ ആംബുലൻസുകളും. സിഗ്നൽ ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും ഇട്ടുകൊണ്ട് പറക്കുകയായിരുന്നു മാരുതി ജിപ്സി. ആസുരമായ ആ വരവ് കണ്ട് എതിരെ വന്ന വാഹനങ്ങളും മുന്നിൽ പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങളും സൈഡൊതുക്കി. ഇലന്തൂർ. അപ്പോഴും സ്ഫോടനം നടന്നിടത്തേക്ക് അടുക്കുവാൻ ജനങ്ങൾ ഭയന്നു നിൽക്കുകയായിരുന്നു. കാരണം അവർ ആദ്യമായാണ് ഇത്തരം ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളാകുന്നത്.
ഇനി ഒരു സ്ഫോടനം കൂടി നടക്കില്ല എന്ന് ആര് കണ്ടു? ജീപ്പിന്റെ ഭാഗങ്ങളിൽ നിന്നും അപ്പോഴും കനത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. വെടിമരുന്നിന്റെ ഗന്ധം അവിടെ ആകെ നിറഞ്ഞിരുന്നു. മണിശങ്കർ ജിപ്സിയിൽ നിന്നിറങ്ങി മുന്നോട്ട് കുതിച്ചു. ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് മണിശങ്കരെ നടുക്കുക തന്നെ ചെയ്തിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ജീവനോടെ ഇല്ലെന്ന് ഉറപ്പായി. എത്ര ജീവിതങ്ങൾ പിടഞ്ഞു തീർന്നു. ഫയർ വാഗണുകൾ ബ്രേക്കിട്ടു. മണിശങ്കറുടെ നിർദ്ദേശാനുസരണം പുകഞ്ഞുകൊണ്ടിരുന്ന ജീപ്പിന്റെ ഭാഗങ്ങളിൽ അവർ ജലം തളിച്ചു. പത്തനംതിട്ടയിൽ നിന്നും പോലീസ് വാഹനങ്ങളുടെ പ്രളയമായിരുന്നു അവിടേക്ക്. റോഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. വാഹനങ്ങൾ പ്രാകാരം വഴിയും മറ്റും തിരിച്ചുവിടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അടിയന്തരമായി സ്ഫോടന വിദഗ്ധർ എത്തിച്ചേരുവാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും ധീരനായ ആ പോലീസ് ഓഫീസറുടെ മനസ്സ് കരയുകയായിരുന്നു. നിയമപാലനത്തിന് ഇറങ്ങിത്തിരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തിരിച്ചറിഞ്ഞ മൃതശരീരം പോലും വീട്ടുകാർക്ക് എത്തിക്കാൻ തന്നെ കൊണ്ടാവില്ലല്ലോ. അവശേഷിക്കുന്നത് കുറെ കരിക്കട്ടകൾ മാത്രം. ആരുടെ ശരീരം? ഓടയിൽ ചിതറിയ ഒരു കൈപ്പത്തി കിടക്കുന്നത് കണ്ടു. കണ്ണിൽ നിന്നും അടർന്നു വന്ന നീർമുത്തുകൾ ആരും കാണാതെ മണിശങ്കർ കൈലേസ് കൊണ്ട് ഒപ്പി. അടുത്ത ദിവസം മരണമടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മൃതദേഹങ്ങൾ ബഹുമതികളോടെ സംസ്കരിക്കപ്പെട്ടു. ആരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചില്ല. വീട്ടുകാർക്ക് അടച്ച ശവപ്പെട്ടികൾ മാത്രമാണ് വിട്ടുകൊടുത്തത്. മൊത്തം 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടിരുന്നു. മണിശങ്കർ എല്ലായിടത്തും പോയി. ഓരോ വീട്ടിൽ നിന്നും ഉയരുന്ന ഹൃദയം പിളരുന്ന നിലവിളികൾ അയാളെ തളർത്തി. അന്നത്തെ പത്രങ്ങൾ മുഴുവൻ സ്ഫോടനത്തിന്റെ കഥകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒപ്പം പത്രക്കാരുടെ ഊഹങ്ങളും. സ്വാമി പ്രപഞ്ചാനന്ദയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അറിയാമായിരുന്നിട്ടും മണിശങ്കർ പത്രക്കാരോട് പറഞ്ഞില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ? പാടില്ല. പ്രപഞ്ചാനന്ദനെ നിയമത്തിന് പോലും വിട്ടുകൊടുക്കില്ലെന്ന് മണിശങ്കർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. നിയമത്തിന്റെ തലനാരിഴ കയറി ലൂപ്പ് ഹോൾസിലൂടെ അയാൾ വീണ്ടും പുറത്തു വരുമെന്ന് മണിശങ്കറിനറിയാം. മാത്രമല്ല, പിൽക്കാലത്ത് ജനങ്ങൾ മറ്റെല്ലാം മറന്ന് അയാളെ ദിവ്യനായി അംഗീകരിക്കുകയും ചെയ്തേക്കും. കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടാതിരുന്നത് കാരണം പത്രങ്ങൾ സ്ഫോടനത്തിന് പിന്നിൽ കാശ്മീർ തീവ്രവാദികളെയും തമിഴ് പുലികളെയും വരെ വലിച്ചിട്ടു. ഉച്ചയ്ക്ക് ശേഷം DGP കൃഷ്ണയ്യർ പത്തനംതിട്ടയിലെത്തി. അദ്ദേഹത്തിന്റെ ഒപ്പം IG രഘുനാഥ വർമ്മയും ഉണ്ടായിരുന്നു. SP മണിശങ്കറിന് തന്റെ സീനിയർ ഓഫീസേഴ്സിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തന്നെ മടി തോന്നി. അയാളുടെ മനോഗതം DGPക്ക് മനസ്സിലായി. മനു, അദ്ദേഹം വിളിച്ചു. സർ. അയാൾ നിവർന്നു നിന്നു. ഞാൻ ഇന്നലെ നിനക്ക് തന്ന ഇൻഫർമേഷൻ ശരിയായിരുന്നു എന്ന് നിനക്ക് വ്യക്തമായല്ലോ? സർ. ഇനിയിപ്പോൾ പത്രങ്ങളും സർക്കാരും കേസ് ക്രൈംബ്രാഞ്ചിനോ CBIക്കോ വിടണമെന്നുള്ള തീരുമാനങ്ങൾക്ക് പ്രഷർ കൂട്ടും. അറിയാം സർ. ബട്ട് എനിക്ക് 2 ദിവസത്തെ സമയം കൂടി തരണം. അതിനുള്ളിൽ സ്വാമി പ്രപഞ്ചാനന്ദനും റൊണാൾഡ് ഹിഗിൻറ്റയും എൻ്റെ കസ്റ്റഡിയിൽ എത്തിയിരിക്കും. നിനക്ക് ഉറപ്പുണ്ടോ? യെസ് സർ. ശരി, ഓൺലി 48 hours. പിന്നെ നീ എന്നോട് ടൈം ചോദിക്കരുത് മണിശങ്കർ. നോ സർ. ഇത്രയും സമയം ഞാൻ കേസ് മറ്റാർക്കും പോകാതെ നോക്കിക്കൊള്ളാം. മുകളിൽ നിന്ന് എത്ര പ്രഷർ ഉണ്ടായാലും. താങ്ക് യു സർ. DGPയും IGയും എണീറ്റു. അപ്പോഴും മണിശങ്കറിന് അറിയില്ലായിരുന്നു താൻ 48 മണിക്കൂറുകൾ കൊണ്ട് എന്ത് നേടുമെന്ന്. DGP ഓഫീസിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മണിശങ്കർ പിന്നാലെ ചെന്നു. അയാൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചെൽമി. ജയകൃഷ്ണനെയും ആദിത്യനെയും ഇന്ന് തന്നെ എനിക്ക് ചോദ്യം ചെയ്യണം സർ. ഓക്കെ, ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തേക്കാം സർ. DGPയും IGയും മടങ്ങിപ്പോയി. മണിശങ്കർ വീണ്ടും ഓഫീസ് റൂമിലേക്ക് കയറി. സീറ്റിൽ അമർന്നിട്ട് ഒരു സിഗരറ്റ് കത്തിച്ചു. കോൺട്രാക്ടർ അനിരുദ്ധൻ ഒളിവിൽ പോയതാണ് എന്നതിന് സംശയമില്ല. പക്ഷേ അശോകനും മറ്റും സഞ്ചരിച്ചിരുന്ന ജീപ്പിൽ ബോംബ് വന്നത് എങ്ങനെയാണെന്ന് ഇനിയും മനസ്സിലാകാത്തത്. തനിക്ക് ഏറ്റവും വലിയൊരു സഹായിയാണ് നഷ്ടമായിരിക്കുന്നത്. ഏത് ജോലിയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു DYSP അശോകൻ. മണിശങ്കർ SI സമദിന് ഫോൺ ചെയ്തു. താൻ ഉടനെ ഇങ്ങോട്ട് വാ. രാത്രി ഒരു രഹസ്യ സങ്കേതത്തിൽ കോൺട്രാക്ടർ അനിരുദ്ധൻ ഉണ്ടായിരുന്നു. അയാൾക്ക് മുന്നിൽ പകുതി ഒഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയും. മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് താൻ DYSP അശോകന്റെ പിടിയിൽ അമരാതെ രക്ഷപ്പെട്ടതെന്ന് അയാൾ ഓർത്തു. തക്ക സമയത്ത് സ്വാമിജിയുടെ മെസ്സേജ് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മണിശങ്കറും അശോകനും കൂടി രഹസ്യങ്ങൾ ചോർത്തിയനെ. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഗ്ലാസ്സിലേക്ക് കുറെ മദ്യം കൂടി വീഴ്ത്തി. മദ്യത്തിന് തീരെ വീര്യമില്ലെന്ന് തോന്നി.
വാതിലിൽ ആരോ പതിയെ തട്ടി. ആ ശബ്ദം തിരിച്ചറിഞ്ഞ അയാൾ എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ സ്വാമി പ്രപഞ്ചാനന്ദനായിരുന്നു. യാതൊന്നും പറയാതെ അയാൾ അകത്ത് കടന്ന് വാതിൽ ചാരി. അനിരുദ്ധന് എതിരായി സീറ്റിൽ അമർന്നു. വിവരങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ അല്ലേ അനിരുദ്ധ? തന്റെ താടിയിൽ പതിയെ തലകൊണ്ട് സ്വാമി തിരക്കി. അനിരുദ്ധൻ തലകുലുക്കി. പക്ഷേ എങ്ങനെയെങ്കിലും നിന്നെ കണ്ടെത്തിയാൽ ആ പോലീസ് പട്ടി മനുശങ്കർ കുഞ്ഞുനാളിൽ കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിപ്പിച്ചിട്ടായാലും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരും. അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ അനിരുദ്ധ? ഇല്ല. സ്വാമിയുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കമുണ്ടായത് അനിരുദ്ധം കണ്ടില്ല. സ്വാമി മദ്യക്കുപ്പികളിലേക്ക് നോക്കി. ഇത്രയും അകത്താക്കിയിട്ടും നീ ഇതുവരെ ഫിറ്റാകാത്തത് അത്ഭുതം തന്നെ. അതിനർത്ഥം ഒന്നേയുള്ളൂ, നിന്റെ മനസ്സിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു. അനിരുദ്ധൻ അതൊക്കെ ശരിയാണെന്ന അർത്ഥത്തിൽ തലകുലുക്കി. സ്വാമി ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ വാച്ചു നോക്കി. ആ നിമിഷം വാതിലിൽ ആരോ തട്ടി. തുറന്നോളൂ അനിരുദ്ധ, അത് നമ്മുടെ ആൾക്കാരാണ്. അനിരുദ്ധൻ എണീറ്റ് വാതിൽ തുറന്നു. പുറത്ത് 2 അപരിചിതർ. അവർ അകത്തേക്ക് വന്ന് സ്വാമിയെ വണങ്ങി. അനിരുദ്ധ, SP മനുശങ്കരെ നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. അയാൾ കുറുക്കനാണ്, അത്യധികം അപകടകാരി. അതുകൊണ്ട് ഇവിടെ നീ കഴിയുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. ഒരു പോലീസ് നായെ പോലെ മനുശങ്കർ മണം പിടിച്ച് ഇവിടെയും എത്തിച്ചേരും. ഇപ്പോ നിന്നെ തേടി ഈ ജില്ലയുടെ ഓരോ മൂലയും അരിച്ചു പെറുക്കുകയാണ് പോലീസ്. അതുകൊണ്ട് നീ ഇവരോട് എപ്പം പൊക്കോളൂ. മനുശങ്കർ എന്നല്ല ഒരൊറ്റ നായിന്റെ മോനും കണ്ടെത്താത്തടുത്ത് നിന്നെ വരെത്തിക്കും. അനിരുദ്ധൻ എന്തോ പറയാനായി വായി തുറന്നു. പക്ഷേ സ്വാമി വിലക്കി. പേടിക്കണ്ടോ, ഈ സംസ്ഥാനത്തെ പോലീസ് മുഴുവൻ വന്നാലും നിന്നെ ഒരു ചുക്കും ചെയ്യില്ല. അനിരുദ്ധൻ ദയനീയമായി സ്വാമിയെ നോക്കി. പൊയ്ക്കോളൂ, മനസ്സ് ശാന്തമാക്കിക്കോളൂ. പ്രപഞ്ചാനന്ദൻ ആഗതരോട് പറഞ്ഞു. നിങ്ങളുടെ ഒപ്പം വരുന്ന അതിഥി വെറും VIP അല്ല, VVIP ആണ്. മനസ്സിലായി എന്ന ഭാവത്തിൽ അവർ തലയനക്കി. സ്വാമിയോട് യാത്ര പറഞ്ഞ അനിരുദ്ധൻ ആഗതരുടെ ഒപ്പം ഇരുളിലേക്ക് ഇറങ്ങി. അവിടെ മറ്റൊരു കാർ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ പിന്നിലെ ഡോറുകൾ തുറക്കപ്പെട്ടു. അനിരുദ്ധൻ അകത്ത് കയറി. അയാൾക്ക് ഇരുവശത്തുമായിട്ടാണ് മറ്റുള്ളവർ ഇരുന്നത്. പോകാം. നിർദ്ദേശം കിട്ടിയ ഉടനെ ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അനിരുദ്ധൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കാർ ഓടിക്കൊണ്ടിരുന്നു. യാത്രക്കിടയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. അവ്യക്തമായൊരു ഭീതി തന്നെ വലയം ചെയ്യുന്നുവെന്ന് മാത്രം കോൺട്രാക്ടർ അനിരുദ്ധൻ അറിഞ്ഞു. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഒടുവിൽ കനത്ത നിശബ്ദതയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് അനിരുദ്ധൻ തന്റെ ഇരുഭാഗങ്ങളിലും ഇരുന്നവരെ നോക്കി. അവർ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അനിരുദ്ധന് സംശയമായി. അയാൾ ചോദ്യം ആവർത്തിച്ചു. മഹാഗുരുജി പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? ഒരു ചെകുത്താനും പിടിക്കാൻ കഴിയാത്ത ലോകത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ശബ്ദത്തിന് മരണത്തിന്റെ മുഴക്കമുള്ളതുപോലെ അയാൾക്ക് തോന്നി. വേണ്ട, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. എന്നെ ഇവിടെ ഇറക്കി വിടണം. ഒരു പോലീസും കണ്ടുപിടിക്കാതെ ഒളിച്ചു താമസിക്കാൻ എനിക്കറിയാം. തന്നെ എവിടെ ഇറക്കി വിടണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഇനി ശബ്ദിക്കരുത്. അനിരുദ്ധൻ വിയർക്കാൻ തുടങ്ങി. പൊടുന്നനെ കാർ ബ്രേക്കിട്ട് നിന്നു. എല്ലാവരും മുന്നോട്ട് നോക്കി. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര. ചെക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഡ്രൈവർ പിന്നോട്ട് തല തിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ കാർ പിന്നോട്ടെടുക്ക്. ഡ്രൈവർ റിവേഴ്സ് ഗിയർ ഇട്ടു. പക്ഷേ അപ്പോഴേക്കും പിന്നിൽ ഒരു ലോറി വന്നു നിന്ന് കഴിഞ്ഞിരുന്നു. മുന്നിൽ നിന്ന് പോലീസുകാർ ഓടി വരുന്നത് അവർ കണ്ടു. പെട്ടെന്നാണ് അനിരുദ്ധൻ അലറി വിളിച്ചത്. അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോയാണേ, രക്ഷിക്കണേ! നായിന്റെ മോനെ, നാവടക്കട! ഒരാൾ അയാളുടെ വായ പൊത്തി. പക്ഷേ നിലവിളി പോലീസുകാർ കേട്ടിരുന്നു. അവർ വളരെ പെട്ടെന്ന് കാറിന് ചുറ്റും വലയം തീർത്തു. അനിരുദ്ധന്റെ ഇരുഭാഗത്തും ഇരുന്നവർ പൊടുന്നനെ ഡോറിന്റെ ഗ്ലാസുകൾ ഉയർത്തി. SI സമദ് കുതിച്ചെത്തി. റിവോൾവറിന്റെ ബാരൽ കൊണ്ട് കാറിന്റെ ഗ്ലാസിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പുറത്തിറങ്ങിനടാ. അവരനങ്ങിയില്ല. ഒരുത്തൻ റിവോൾവർ എടുത്ത് അനിരുദ്ധന്റെ കാതുകളിൽ ഒന്നിൽ തിരികെ കയറ്റി. നീ ഞങ്ങളെ കൂടി അപകടത്തിലാക്കി അല്ലടാ. കാറിന് പിന്നിലും വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് ഇനി ഒരു രക്ഷപ്പെടൽ അസാധ്യമാണെന്ന് കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർക്കും അറിയാമായിരുന്നു. SP മനുശങ്കറിന് സമദ് മെസ്സേജ് കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ SP മാരുതി ജിപ്സി അലറി കുതിച്ചു വന്നു. അതിൽ നിന്ന് ചാടി ഇറങ്ങിയ മനുശങ്കർ കാറിനടുത്തേക്ക് വന്നു. സമദ് അറ്റൻഷനിലായി.
ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞു. മണിശങ്കറിന്റെ ദൃഷ്ടികൾ കാറിൽ പതിഞ്ഞു. അതിന് കറുത്ത ഗ്ലാസുകളായിരുന്നതിനാൽ അകത്തിരിക്കുന്നത് ആരാണെന്നോ അവർ എത്ര പേരുണ്ടെന്നോ കാണാമായിരുന്നില്ല. കാറിലുണ്ടായിരുന്നവരും ആകെ പതറിപ്പോയിരുന്നു. അനിരുദ്ധനുമായി വന്നവർ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. സ്വാമിയുമായി ബന്ധപ്പെട്ടാൽ കാർ തകർത്ത് തങ്ങളും ആത്മഹത്യ ചെയ്തേക്കാനാവും മറുപടി കിട്ടുക. അങ്ങനെ വന്നാൽ ഈ ചുറ്റും നിൽക്കുന്ന പോലീസുകാരും ഒരു പിടി ചാരമായി തീർന്നോളും. ഭീകരപ്രവർത്തകരാണ് തങ്ങളെങ്കിലും സ്വാമിയുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള കൂലി വാങ്ങി വീട്ടുകാരെ ഏൽപ്പിച്ചേനെ. ഇവിടെ അതിനും കഴിയില്ല. അടുത്ത ദിവസം തന്നെ തങ്ങൾ കോയമ്പത്തൂർക്ക് പോകണം എന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. അവിടെ നടക്കാൻ പോകുന്ന ശുദ്ധീകരണ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നേരത്തെ തന്നെ അതിനുവേണ്ടി ഒരു ഒത്തുതീർപ്പിലെത്താമെന്നായിരുന്നു സ്വാമി പറഞ്ഞിരുന്നത്. ഇവിടെ വിവരം ഇപ്പോൾ സ്വാമി അറിഞ്ഞാലും അത് ഏറെ പ്രശ്നമുണ്ടാക്കും. ഇരുട്ടിലൂടെ ചീറി വരുന്ന ഒരു റോക്കറ്റ് ബോംബ് തങ്ങളെയും കാറിനെയും ഭസ്മമാക്കാൻ 10 സെക്കൻഡുകൾ പോലും വേണ്ടി വരില്ല. അവരുടെ ചിന്തകൾ അത്രത്തോളം എത്തിയപ്പോഴേക്കും പുറത്തു നിന്നുകൊണ്ട് കാറിന്റെ ഡോറിൽ ആഞ്ഞു തട്ടുന്ന മണിശങ്കറെ കണ്ടു. വാതിൽ തുറക്കണടാ, അല്ലെങ്കിൽ അയാളെന്ന് എല്ലാത്തിനെയും കൊല്ലൂ, അനിരുദ്ധൻ പറഞ്ഞു. ഒരിക്കൽ നിന്റെയൊക്കെ ആ പീറ സ്വാമിയെ അകത്താക്കിയവനാ അയാള്. അവർ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ടു സായുധരായ ഒരു സംഘം പോലീസ് കൂടെ കാറിനെ വലയം ചെയ്യുന്നു. മാത്രമല്ല മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ധൃതിയിൽ മാറ്റിക്കഴിഞ്ഞു. പകരം 2 പോലീസ് വാഹനങ്ങളും അതിന് തൊട്ടരികിൽ ഫയർ വാഗണുകളും നിരന്നു. എന്താണ് മണിശങ്കറിന്റെ ഉദ്ദേശമെന്ന് അവർക്ക് വ്യക്തമായില്ല. പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റി അവിടെയും ഫയർ വാഗണുകൾ നിരന്നു. ഇപ്പോൾ റോഡിന് നടുവിൽ ആ കാർ മാത്രം. ചുറ്റും കനത്ത പോലീസ് വലയവും ഫയർ വാഗണുകളും പോലീസ് വാഹനങ്ങളും. ജീവൻ വേണമെങ്കിൽ പുറത്തു വരിക. ഗ്ലാസിനിടയിലൂടെ ചെറിയ വിടവിലൂടെ SP ശബ്ദം അവർ കേട്ടു. 10 സെക്കൻഡുകൾ മാത്രം തിരിഞ്ഞ്. പക്ഷേ കീഴടങ്ങാൻ അവർ ഒരുക്കമായിരുന്നില്ല. 10, 9 മണിശങ്കർ എണ്ണിത്തുടങ്ങി. 8, 7. കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർ പതറി. 6, 5. മുടിഞ്ഞവന്മാര് പുറത്തിറങ്ങിനടാ, അനിരുദ്ധൻ നിലവിളിച്ചു. 4, 3. അയ്യോ, അവന്മാര് വെടിവെക്കാൻ തുടങ്ങിയ. പോലീസുകാർ തോക്കുകൾ തോളിൽ ഉറപ്പിക്കുന്നത് അയാൾ കണ്ടു. 2, 1. കാറിനുള്ളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാകാഞ്ഞപ്പോൾ മണിശങ്കറുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. സ്റ്റാർട്ട്, അയാൾ ഗർജിച്ചു. ആ നിമിഷം 8ഓളം ഫയർ വാഗണുകളിൽ നിന്ന് ജലം കാറിന് നേരെ ചീറി വന്നു. വെടിച്ചിലുകൾ പോലെ ജലം കാറിൽ പതിച്ചു. അതിന്റെ ശക്തിയിൽ കാർ കുലുങ്ങാൻ തുടങ്ങി. എന്താണ് അതിന്റെ ഉദ്ദേശം? കനത്ത ഹോസിലൂടെ കാറിന് നേരെ ജലം ചീറ്റിക്കുന്നവർക്ക് പോലും പിടികിട്ടിയില്ല. ഇപ്പോൾ കാർ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഒരു വലിയ ഫൗണ്ടൻ മാതിരി ജലകണികകൾ ചിതറിത്തെറിക്കുന്നു. കാറിനുള്ളിൽ ഇരുന്നവർക്കും ജലമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ചാകാ നേരത്തെ എന്തിനാടാ ഈ തോക്ക് എന്റെ നേരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അനിരുദ്ധൻ തന്റെ കാതിൽ അമർന്നിരുന്ന തോക്ക് തട്ടിമാറ്റി. അയ്യോ, ഞാനിപ്പോ ശ്വാസം മുട്ടിച്ചാകുമേ. അപ്പോൾ പുറത്ത് മണിശങ്കർ സമതിന് അടുത്ത നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരുന്നു. ഉടൻ പോലീസുകാരുടെ കൈകളിൽ നീണ്ട കനത്ത കമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. യെസ്! ഒരു നിമിഷം കാറിന്റെ 6 ഗ്ലാസുകളിലും ആ കമ്പുകൾ ആഞ്ഞു പതിച്ചു. ടക്ക്! ഗ്ലാസുകൾ ചിതറി, കമ്പുകൾ പിൻവലിക്കപ്പെട്ടു. തകർന്ന ഭാഗത്തുകൂടി വെള്ളം അകത്തേക്ക് ചീറിച്ചെന്നു. അവർക്കൊന്ന് നിലവിളിക്കാൻ കൂടി കഴിഞ്ഞില്ല. വായിലും മൂക്കിലും എല്ലാം അടിച്ചു കയറുകയാണ് വെള്ളം. അതിന്റെ ശക്തിയിൽ അവർ സീറ്റിലേക്ക് മറിഞ്ഞു. കാറിനുള്ളിൽ ജലം നിറഞ്ഞു. ഗ്ലാസുകൾ തകർന്ന ഭാഗത്തുകൂടി ജലം പുറത്തേക്കൊഴുകി. പിന്നെയും 1 മിനിറ്റ് കൂടി കാത്ത ശേഷം മണിശങ്കർ കൈ ഉയർത്തി. ജലത്തിന്റെ പമ്പിംഗ് നിന്നു. മണിശങ്കർ റിവോൾവറുമായി മുന്നോട്ട് കുതിച്ചു. കാറിന്റെ പിന്നിൽ ഇടതുഭാഗത്തെ ഡോർ തുറന്നു. ഒരു മട പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ കാറിൽ നിറഞ്ഞ വെള്ളം പുറത്തേക്ക് ഒഴുകി. ഒപ്പം അബോധാവസ്ഥയിലായ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഒഴുകി വന്നു. മണിശങ്കർ കാറിനുള്ളിലേക്ക് റിവോൾവർ ചൂണ്ടി. പക്ഷേ അതിനുള്ളിൽ ആരും സ്വബോധത്തോടെ ഉണ്ടായിരുന്നില്ല. 4 പേരെയും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി. അതിന്റെ കോൺട്രാക്ടർ അനിരുദ്ധനെ മണിശങ്കർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആശുപത്രി മുറിയിൽ മുകളിൽ വേഗത കുറഞ്ഞ് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നാൻസി. കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ സംഭവവും അവളുടെ മനസ്സിൽ ഒരു ചലച്ചിത്രത്തിൽ എന്ന വണ്ണം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തൊരു നാടകീയ സംഭവങ്ങൾ, അനുഭവങ്ങൾ! നാൻസിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
താൻ പപ്പ എന്ന് കരുതിയ ആ നീചൻ, തൻ്റെ അമ്മയുടെ കൂടെ കുറേ കാലം ജീവിതം പങ്കിട്ടവൻ, എന്നിട്ടും അവനൊരു ചെന്നായെ പോലെ തൻ്റെ ശരീരം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു അവളുടെ കണ്ണുകൾ. രാഘവേട്ടൻ അയാളെ കൊന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ഈ രാത്രിയിലും വരുമെന്ന് പറഞ്ഞിട്ടാണ് രാഘവേട്ടൻ പോയിരിക്കുന്നത്. അദ്ദേഹം അടുത്തു വരുമ്പോൾ ആശ്വാസമാണ് തോന്നുന്നതെങ്കിലും കളങ്കപ്പെട്ട ശരീരവുമായി എത്ര പേരാണ് തന്നെ കടിച്ചു തുപ്പിയത്. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ടോർച്ചർ റൂം. അവിടെ 10,000 വാട്ട്സിന്റെ ഒരു ബൾബ് തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ പൊള്ളുന്ന വെളിച്ചത്തിന് താഴെ ഒരു കസേരയിൽ കൈകൾ പിന്നോട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ അനിരുദ്ധൻ. അണ്ടർവെയർ മാത്രമായിരുന്നു അയാളുടെ വേഷം. വിയർപ്പ് ചാലിട്ടൊഴുകുന്നു. താനിപ്പോൾ ചൂടേറ്റ് എരിഞ്ഞു പോകും എന്ന് പോലും അനിരുദ്ധന് തോന്നി. തൊട്ടപ്പുറത്ത് അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ട് SP മണിശങ്കറും SI സമതും ഉണ്ടായിരുന്നു. വെള്ളം, വെള്ളം, അനിരുദ്ധ് മന്ത്രിച്ചു. മണിശങ്കർ മുന്നോട്ടെടുത്തു. നിനക്ക് വെള്ളം തരാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം വേണം. അല്ലെങ്കിൽ ഒരു മത്തി ഉണങ്ങുന്നത് പോലെ നീ ഇവിടെ ഇരുന്ന് ഉണങ്ങിപ്പോകത്തേയുള്ളൂ. അനിരുദ്ധൻ നിസ്സഹായതയോടെ മണിശങ്കറെ നോക്കി. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് മണിശങ്കർ തുടർന്നു. സ്വാമി പ്രപഞ്ചാനന്ദൻ എവിടെയാണ് താമസിക്കുന്നതെന്നും റൊണാൾഡ് ഹ്യൂഗിറ്റയുടെ പുതിയ അവതാരത്തെക്കുറിച്ചുമാണ് നീ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അനിരുദ്ധൻ പൊടുന്നനെ തലകുനിച്ചിരുന്നു. നാവനക്കരുതെന്ന് പ്രപഞ്ചാനന്ദൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയാം, പക്ഷേ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുക തന്നെ ചെയ്യും. അനിരുദ്ധ, നെയിൽ പ്ലക്കറും പച്ചീർക്കലും ഒക്കെ നിന്നെ കാത്തിരിക്കുകയാണ്. അനിരുദ്ധന്റെ കണ്ണുകളിൽ ഒരു നടുക്കം. വിവശനായി അയാൾ കസേരയിൽ ചാരി. ടെൽമി, സമയം കുറവാണ്. പ്രപഞ്ചാനന്ദൻ എവിടെയുണ്ട്? അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിതേ പറയാനുള്ളൂ. മണിശങ്കറുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊളിഞ്ഞത് അനിരുദ്ധൻ കണ്ടില്ല. അയാൾ കൈകൊട്ടിയപ്പോൾ സമത് മുന്നോട്ട് നീങ്ങി. അയാളുടെ കൈവശം നെയിൽ പ്ലക്കർ ഉണ്ടായിരുന്നു. അനിരുദ്ധൻ അത് കണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. എൻ്റെ നഖങ്ങൾ വലിച്ചു പറിക്കല്ലേ. എങ്കിൽ പറയൂ, പ്രപഞ്ചാനന്ദൻ ഇപ്പോൾ എവിടെ കാണും? ഒരു നിമിഷം അനിരുദ്ധൻ ചിന്തിച്ചു. എന്തിനാണ് താൻ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവനല്ലേ അയാൾ? സമത് നെയിൽ പ്ലക്കറുടെ അഗ്രം അനിരുദ്ധന്റെ വലതുകൈയുടെ നടുവിരലിൽ മുറുക്കി. വലിച്ചു പറിക്കില്ലേ, ഞാൻ എല്ലാം പറയാം. എങ്കിൽ പെട്ടെന്ന് പറയൂ, പെട്ടെന്ന്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാതു കൂർപ്പിച്ചു നിന്നു. ഈ അവസരത്തിൽ സ്വാമി പ്രപഞ്ചാനന്ദന്റെ രഹസ്യ താവളത്തിനു മുന്നിലെ ഇടിഞ്ഞു പൊളിഞ്ഞ മതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു രാഘവൻ. ചുറ്റും മാവുകൾ നിറഞ്ഞ പറമ്പിന്റെ ഉള്ളിലെ ഇടിഞ്ഞു തകർന്ന പഴയ കോവിലകമായിരുന്നു അത്. അരയടിയെങ്കിലും കനത്തിൽ പൊഴിഞ്ഞു കിടക്കുന്ന കരിയിലകൾ. അയാളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്ന കരിയിലകൾ ശബ്ദമുണ്ടാക്കി. രാഘവൻ നിന്നു. ഒരു ചലനം, ഒരു ശബ്ദം. അതിനുവേണ്ടി അയാൾ കാതോർത്തു. ഇല്ല, ഒരനക്കവുമില്ല. വീണ്ടും മുന്നോട്ട് നീങ്ങി. ചീവീടുകളുടെ ശബ്ദം മാത്രം. അയാൾ കോവിലകത്തിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഡ്രാക്കുള കോട്ടയോടടുക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നിയത്. മുന്നിൽ ഇരുളിന്റെ കനത്ത കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന കോവിലകം. പൊടുന്നനെ രാഘവന് പിന്നിൽ ഒരു ചലനം. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. പക്ഷേ വൈകിപ്പോയിരുന്നു. കഴുത്തിൽ കനത്ത ഒരു താടനം. നിലവിളിയോടെ രാഘവൻ മുന്നോട്ട് മറിഞ്ഞു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വൈകിപ്പോയി. അവിടെയാണ് അയാൾക്ക് ചുവടുകൾ പിഴച്ചത്. ശക്തനായൊരു ശത്രുവിന്റെ അടുത്തേക്കാണ് താൻ പോകുന്നത് എന്നറിയാമായിരുന്നിട്ടും അയാൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. തറയിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ തലതിരിച്ചു നോക്കി. തന്റെ ഇരുവശങ്ങളിലുമായി കാലുകൾ ഉറപ്പിച്ചു നിൽക്കുന്ന ദീർഘകായന്റെ ഇരുണ്ട രൂപം അയാൾ കണ്ടു. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടെന്നും രാഘവൻ അറിഞ്ഞു. അത് തന്റെ നേരെ ചൂണ്ടിയിരിക്കുകയാണ്. സിംഹത്തിന്റെ മടയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഇവിടേക്ക് വന്നത്? ഇരുളിൽ നിന്നിരുന്ന മനുഷ്യന്റെ പരുവരുത്ത ആ ശബ്ദം. അതോ ഒന്നും അറിയാതെ വന്നുവോ? രാഘവൻ ഒന്നും മിണ്ടിയില്ല. ഇരുളിൽ നിൽക്കുന്ന ശത്രുവിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് അറിയുവാനായിരുന്നു അയാൾക്ക് ആകാംക്ഷ. എണീക്ക്, എന്നിട്ട് നല്ല കുട്ടിയായി എന്നെ അനുസരിക്ക്. നീ പോലീസോ അതോ മറ്റു ശത്രുവോ? നമുക്ക് കോവിലകത്തേക്ക് പോവാം. അവിടെ ഒരു കൽവിളക്ക് തെളിഞ്ഞു നിൽപ്പുണ്ട്. നിന്റെ മുഖം കാണാൻ അവിടെ ഒരു ദിവ്യൻ കാത്തു നിൽപ്പുണ്ട്. അയാളുടെ അടുത്ത നിർദ്ദേശം ഇതായിരുന്നു. രാഘവൻ കൈകുത്തി എഴുന്നേൽക്കുന്നതായി ഭാവിച്ചു. എന്നാൽ ഒരു നിമിഷം
അയാളുടെ മനസ്സ് ഡെറാഡൂണിലെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി. പെട്ടെന്ന് സിരകളിൽ ഒരു പുത്തൻ ഉണർവുണ്ടായി. മിന്നൽ പോലെയാണ് അയാളുടെ വലതുകാൽ ഉയർന്നത്. അമ്മേ! മുന്നിൽ നിന്നിരുന്ന ശത്രുവിന്റെ അലർച്ച. റിവോൾവർ പിടിവിട്ടുപോയി. അയാൾ നാഭിയിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മലർന്നു. രാഘവൻ കുതിച്ചുയർന്നു. ഇനിയൊരവസരം ശത്രുവിന് നൽകിക്കൂടാ. അയാളുടെ ചുരുട്ടിയ കൈപ്പത്തി ശത്രുവിന്റെ മുഖം ചതച്ചു. നിലവിളിക്കാൻ കഴിയും മുമ്പ് തന്നെ അയാളുടെ താടിയിലും തലമുടിയിലും പിടിമുറുക്കി രാഘവൻ ശക്തിയായി ഒരു ഭാഗത്തേക്ക് വെട്ടിച്ചു. ടക്! കഴുത്തിലെ അസ്ഥി തകരുന്ന ശബ്ദം. കഴുത്തൊടിഞ്ഞ പാമ്പിനെ പോലെ ആ മനുഷ്യൻ തറയിൽ കിടന്ന് പുളഞ്ഞു. രാഘവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ കോവിലകത്തിന്റെ അകത്തേക്ക് കടക്കാൻ ഒരു മാർഗം തേടി മുന്നോട്ടു പോയി. ടോർച്ചർ റൂം. അനിരുദ്ധൻ തനിക്കറിയാവുന്നതൊക്കെ SP മനുശങ്കറോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അനിരുദ്ധൻ സ്വാമിക്ക് ഒരു മറയായിട്ടായിരുന്നു കോൺട്രാക്ട് വർക്കുകൾ നടത്തിയിരുന്നത്. അവിടെ പണിയെടുക്കുന്ന പുരുഷന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരും സ്വാമിയുടെ അനുചരന്മാരായിരുന്നു. വിവിധ വർക്ക് സൈറ്റുകളിൽ വെച്ചാണ് കോടിക്കണക്കിന് രൂപയുടെ ആയുധ വ്യാപാരവും സ്ഫോടക വസ്തുക്കളുടെ കൈമാറ്റവും നടന്നിരുന്നത്. വർക്ക് സൈറ്റുകളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വാഹനങ്ങൾ ആരും അത്ര ശ്രദ്ധിക്കാനിടയില്ലാത്തതിനാലാണ് സ്വാമി ഈ മാർഗം അവലംബിച്ചത്. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലും വൻ സ്ഫോടനം നടത്താൻ സ്വാമിക്ക് പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ഡൽഹിയിലുള്ള പല നേതാക്കന്മാരും സ്വാമിയെ വിലക്കെടുത്തിരിക്കുകയാണ്. ഈ ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി മാത്രമാണ് ലണ്ടനിൽ നിന്നും സ്വാമി മടങ്ങി വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്ഫോടനത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ആയുധ നിർമ്മാണശാലകളിൽ നിന്നും വേണ്ടത്ര സ്ഫോടക വസ്തുക്കൾ കേരളത്തിന്റെ അതിർത്തിയിൽ കടന്നിട്ടുണ്ടെന്നും അനിരുദ്ധൻ അറിയിച്ചു. വല്ലാത്തൊരു നടുക്കത്തോടെയാണ് മനുശങ്കർ കേട്ടുനിന്നത്. അയാൾ തലതിരിച്ച് SI സമദിനെ നോക്കി. സമദും അവിശ്വസനീയ ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. സ്വാമി പ്രപഞ്ചാനന്ദന്റെ ഇപ്പോഴുള്ള താവളം എവിടെയാണെന്നും അനിരുദ്ധൻ അവരോട് പറഞ്ഞിരുന്നു. ഈ റൊണാൾഡ് ഹ്യൂഗിറ്റ് ആരാണ്? പണ്ട് ശംഖുമുഖത്ത് വെച്ച് മരണമടഞ്ഞ അയാൾ എങ്ങനെ വീണ്ടും ഈ രൂപത്തിൽ അവതരിച്ചു? മനുശങ്കർ ചോദിച്ചു. അതേക്കുറിച്ച് എനിക്കും വ്യക്തമായ അറിവില്ല സർ. എനിക്കിത്തിരി വെള്ളം വേണം. മനുശങ്കർ സമദിനെ നോക്കി. അയാൾ ഒരു ഗ്ലാസ് വെള്ളം അനിരുദ്ധന്റെ വായിലേക്ക് കമഴ്ത്തി. ആർത്തിയോടെ അത് കുടിച്ച ശേഷം അയാൾ പറഞ്ഞു, ഒന്ന് മാത്രം എനിക്കറിയാം. അന്ന് റൊണാൾഡ് ഹ്യൂഗിറ്റയുടെ വേഷത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയത് മറ്റൊരാളായിരുന്നു, പോലീസിനെ കബളിപ്പിക്കാൻ. ആ മനുഷ്യനാണ് ശംഖുമുഖത്തുകൂടി ഓടുന്നതിനിടയിൽ ബോംബ് പൊട്ടിച്ചെതറിപ്പോയത്. അവിടെയും ഹ്യൂഗിറ്റ് ഒരു കളി കളിച്ചു. മരിച്ച മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല തന്റെ ശരീരത്ത് ബോംബുണ്ടെന്ന്. ഒരു റിമോട്ട് കൺട്രോൾ വഴി ഹ്യൂഗിറ്റ് തന്നെയാണ് ആ മനുഷ്യനെ അവസാനിപ്പിച്ചത്. നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? മനുശങ്കർ തിരക്കി. ഇല്ല, അനിരുദ്ധൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒരിക്കൽ സ്വാമി പറഞ്ഞു തന്നാണ്. അതിനുശേഷം ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നിരിക്കണം? അത് മാത്രമാണ് എനിക്കും അറിയാൻ പാടില്ലാത്തത്. പക്ഷേ ഒന്നുണ്ട് സർ, അയാൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സ്വാമിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞല്ലോ സർ. ഇനിയെങ്കിലും എന്നെ ഈ ലൈറ്റിന്റെ കീഴിൽ നിന്നൊന്ന് മാറ്റിയിരുത്തണം സർ. സമാധ്, മനുശങ്കർ വിളിച്ചു. ഉടൻ ലൈറ്റ് അണഞ്ഞു. പിന്നെ അകന്നു പോകുന്ന കാഴ്ചകൾ മാത്രം അനിരുദ്ധൻ കേട്ടു. മിനിറ്റുകൾക്കുള്ളിൽ നഗരത്തിന്റെ മാറിടം ചതച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. സ്വാമി പ്രപഞ്ചാനന്ദന്റെ ഒളിത്താവളത്തിലേക്ക്. രാഘവൻ അടഞ്ഞുകിടന്നിരുന്ന ഒരു വാതിലിൽ തള്ളി. വാതിൽപ്പാളികൾ അകത്തേക്ക് നീങ്ങി. പക്ഷേ അതിന്റെ കറകറാ ശബ്ദം കോവിലകമാകെ മുഴങ്ങി. ഇരുളിൽ കടവാവലുകൾ ചിറകടിക്കുന്ന ശബ്ദം, പൊടിപടലങ്ങൾ നിറഞ്ഞ വായുവിന്റെ ഗന്ധം അയാൾ തിരിച്ചറിഞ്ഞു. കനത്ത അന്ധകാരം. പെട്ടെന്ന് ആരുടെയോ കാൽപെരുമാറ്റം രാഘവൻ കേട്ടു. അയാൾ ശ്വാസം നിയന്ത്രിച്ച് തറയിലേക്ക് കുനിഞ്ഞു. അപ്പോൾ മുറിയിൽ നിന്നും തുടരെ തുടരെ വെടിവെച്ച് കേട്ടു. കടന്നെല്ലുകളെ പോലെ ബുള്ളറ്റുകൾ മൂളിപ്പറന്നു. തന്റെ ശരീരത്തിന് മുകളിലൂടെ അവ പുറത്തേക്ക് പായുന്നത് രാഘവൻ അറിയുന്നുണ്ടായിരുന്നു. തല ഒന്നുയർത്തിയാൽ നിമിഷത്തിനുള്ളിൽ ചിതറിപ്പോകും. കുറേ വെടിയുണ്ടകൾ വാതിൽപ്പാളികളിൽ വന്ന് തറച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ വെടിവെച്ച് നിലച്ചു. ശത്രു ഒരു ചലനത്തിനു വേണ്ടി കാതോർക്കുകയാവും. രാഘവൻ അകത്തേക്ക് ഇഴഞ്ഞു കയറി. ശത്രു നിൽക്കുന്ന സ്ഥാനം വെടിവെച്ചപ്പോഴുണ്ടായ അഗ്നിസ്ഫുലിംഗങ്ങളിൽ നിന്നും അയാൾ മനസ്സിലാക്കിയിരുന്നു. അകത്ത് കടന്ന് ഭിത്തിക്കരികിലേക്ക് മാറിയിട്ട് അയാൾ തന്റെ റിവോൾവർ എടുത്തു. വീണ്ടും കാലടിയൊച്ചകൾ. വെടിവെച്ച മനുഷ്യൻ മുന്നോട്ട് വരികയാണ്. രാഘവൻ കാത്തിരുന്നു. അധികം ബുള്ളറ്റുകൾ പാഴാക്കാനില്ല. ആ മനുഷ്യൻ വാതിൽക്കിലെത്തി. പുറത്തെ ഇരുളിലേക്ക് നോക്കിക്കൊണ്ട് വാതിൽപ്പടിയിൽ നിന്നു.
രാഘവൻ റിവോൾവർ ചൂണ്ടി. അയാളുടെ കാതിനുള്ളിലേക്ക് ട്രിഗർ വലിച്ചു. ഒരു ചാക്കുകെട്ട് പോലെ അയാൾ തറയിലേക്ക് മറിഞ്ഞു. ഒരു പിടച്ചിൽ. പിന്നെ അനങ്ങിയില്ല. രാഘവൻ അയാളുടെ കയ്യിൽ നിന്ന് വീണ മെഷീൻ ഗൺ കടന്നെടുത്തു. പിന്നെ തന്റെ കീശയിൽ നിന്ന് ടോർച്ചെടുത്ത് തെളിച്ചു നോക്കി. തികച്ചും അപരിചിതമായ മുഖം. അയാൾ പിന്തിരിഞ്ഞു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അകത്തേക്കുള്ള വാതിൽ കണ്ടെത്തി ടോർച്ച് അണച്ചു. അങ്ങോട്ട് നീങ്ങി. 1-2 മുറികൾ പിന്നിട്ടപ്പോൾ അകത്തൊരു വെളിച്ചം കണ്ടു. ഉയർന്ന ഒരു കൽവിളക്ക്. അതിൽ പന്തം പോലെ എരിയുന്ന തിരി. അത് ആ മുറി മുഴുവൻ പ്രകാശമാനമാക്കുകയായിരുന്നു. വാതിലിന് പിന്നിൽ നിന്ന് അയാൾ അകത്തേക്ക് നോക്കി. അവിടെ ഒരു പഴയ ചാരുകസേരയിൽ പിന്നോട്ട് ചാരിക്കിടന്ന് ചുരുട്ടുപോയിക്കുന്ന ഒരു മനുഷ്യൻ. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് ആളിനെ വ്യക്തമായി. റൊണാൾഡ് ഹിഗിറ്റ. അപ്പോൾ താൻ തേടി വന്ന പ്രപഞ്ചാനന്ദൻ എവിടെ? അപ്പോൾ കേട്ടു ഹിഗിറ്റയുടെ ശബ്ദം. ആരായിരുന്നു അലക്സ്? പുറത്ത്. ആ പട്ടിയെ തീർത്തോ? തീർത്തു എന്ന് പറഞ്ഞ് രാഘവൻ അകത്തേക്ക് കയറി. ഹിഗിറ്റ ഒരു നടുക്കത്തോടെ അയാളെ നോക്കി. രാഘവൻ സ്റ്റൺ ഗൺ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആ കോവിലിനകത്തിന് പുറത്ത് 1/2 ഡസനോളം പോലീസ് വാഹനങ്ങൾ ബ്രേക്ക് ഇട്ട് നിന്നു. അതിനുള്ളിൽ നിന്നും ആയുധമേന്തിയ പോലീസുകാർ പാഞ്ഞിറങ്ങി. മൂവ്! മനുശങ്കറുടെ ആജ്ഞ. അവർ ഇരുവശങ്ങളിലേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവർ കോവിലകത്തിന് ചുറ്റും ഒരു വലയം തീർത്തു. മനുശങ്കർ വാച്ചിൽ നോക്കി. സമയം 4 മണി. നേരം പുലർന്നിട്ട് മതി അറ്റാക്ക് എന്നായിരുന്നു അയാളുടെ തീരുമാനം. രാത്രിയെ മറയാക്കി പ്രപഞ്ചാനന്ദൻ രക്ഷപ്പെടാതിരിക്കാനുള്ള മാർഗം നോക്കിയാൽ മാത്രം മതി. അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. തങ്ങളുടെ നീക്കം എന്തെന്നറിയുവാൻ കാത്തിരിക്കുകയാവും പ്രപഞ്ചാനന്ദൻ എന്ന കാര്യത്തിൽ അയാൾക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. സമയം ഇഴഞ്ഞു നീങ്ങി. കിഴക്കൻ മാനത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കണ്ടു. മനുശങ്കറിന് ഉത്സാഹമേറി. ഇനി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ രാജ്യാന്തര കുറ്റവാളി പ്രപഞ്ചാനന്ദൻ വലയിൽ വീഴും. അയാൾ റിവോൾവർ എടുത്ത് കയ്യിൽ വെച്ചു. മാന്തോപ്പിലൂടെ വെളിച്ചത്തിന്റെ കണികകൾ അരിച്ചിറങ്ങി വന്നു. പോലീസുകാർ ജാഗ്രതയോടെ ഇരിക്കാൻ മനുശങ്കർ നിർദ്ദേശിച്ചു. പിന്നെ സമതിനെയും കൂട്ടി മുന്നോട്ട് നീങ്ങി. അതിനിടെ തറയിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. മനുശങ്കറിന്റെ നെറ്റി ചുളിഞ്ഞു. മുന്നിലെ തുറന്നു കിടന്നിരുന്ന വാതിൽക്കലും ശിരസ് പിളർന്ന് മരിച്ചു കിടക്കുന്ന ഒരാൾ. മനുശങ്കറും സമതും മുഖാമുഖം നോക്കി. നമുക്ക് മുൻപേ രാഘവൻ ഇവിടെ എത്തിയോ സമദ്? മനുശങ്കറിന്റെ ശബ്ദം വിറകൊണ്ടു. അതെന്ന് തോന്നുന്നു സർ. അവർ അകത്തേക്ക് കയറി. ഒരിടത്തും ഒരനക്കവുമില്ല. ശ്മശാന നിശബ്ദത. ഈ കോവിലകത്തിനുള്ളിൽ ജീവനോട് ആരും ബാക്കിയില്ലേ? അതിദ്രുതം മിടിക്കുന്ന ഹൃദയത്തോടെയാണ് ഓരോ മുറിയും പിന്നിട്ടത്. അവസാനം കോവിലകത്തിന്റെ വിശാലമായ മുറിയിലെത്തി അവർ. മുറിക്ക് നടുവിൽ ഒരു കൽവിളക്കിൽ തിരികെട്ടിരിക്കുന്നു. അതിൽ നിന്ന് വെളുത്ത പുക അപ്പോഴും മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനടുത്ത് ചാരുകസേരയിൽ ഉറങ്ങും പോലെ കിടക്കുന്ന ഒരാൾ. മനുശങ്കറും സമതും റിവോൾവറുകൾ ചൂണ്ടിക്കൊണ്ട് അങ്ങോട്ടടുത്തു. മനുശങ്കർ ഒന്ന് കിടുങ്ങി. കണ്ണടച്ചു കിടക്കുന്ന മനുഷ്യൻ റൊണാൾഡ് ഹിഗിറ്റ. മനുശങ്കറിന്റെ കണ്ണുകൾ കസേരയ്ക്കടിയിലുള്ള തറയിൽ പതിഞ്ഞു. അവിടെ തളം കെട്ടിക്കിടക്കുന്ന ചോര. ഹിഗിറ്റ! മനുശങ്കർ അലറി. ആ ശബ്ദം കോവിലകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രതിധ്വനിച്ചു. പക്ഷേ ഹിഗിറ്റ മാത്രം അനങ്ങിയില്ല. മനുശങ്കർ തൊട്ടടുത്ത ടീപ്പോയിലിരുന്ന ഒരു കടലാസ് കഷ്ണം കണ്ടു. അതെടുത്തു നോക്കി. മനുസാറിന്. ഇവനെ ഞാനിങ്ങെടുത്തു. ഇവന്റെ ഉള്ളിൽ നിങ്ങൾ തേടുന്ന മറ്റൊരാളുണ്ട് എന്ന് രാഘവൻ. മനുശങ്കറിന് ഒന്നും പിടിയിട്ടില്ല. അയാൾ അത്ഭുത പരതന്ത്രനായി. ഇവന്റെ ഉള്ളിൽ നിങ്ങൾ തേടുന്ന മറ്റൊരാളുണ്ട്. മനുശങ്കർ ആ വാചകം 1-2 പ്രാവശ്യം കൂടി വായിച്ചു. എന്താണ് രാഘവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അയാൾ ആ കടലാസ് SI സമദിന്റെ കയ്യിൽ കൊടുത്തു. വായിച്ചു കഴിഞ്ഞ് സമദ് SP യുടെ മുഖത്തേക്ക് നോക്കി. തനിക്ക് വല്ലതും പിടികിട്ടിയോ സമദ്? ഇല്ല സർ. മനുശങ്കറിന്റെ കണ്ണുകൾ വീണ്ടും റൊണാൾഡ് ഹ്യൂഗിറ്റയുടെ ശരീരത്തിലേക്ക് നീണ്ടു ചെന്നു. ഏതാനും നിമിഷങ്ങൾ പിന്നിട്ടു. പൊടുന്നനെ മനുശങ്കറിനെ നെറ്റിച്ചുളിഞ്ഞു. അയാൾ ഹ്യൂഗിറ്റയുടെ തലമുടി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അവ്യക്തമായൊരു ശബ്ദം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടത്തിൽ നിന്നുയർന്നു. മനുശങ്കർ അയാളുടെ മുഖത്തു നിന്നും മാസ്ക് മൂരി മാറ്റി. മനുശങ്കറും സമതും നടുങ്ങി. റൊണാൾഡ് ഹ്യൂഗിറ്റ എന്ന കൊലയാളിക്കുള്ളിൽ മറഞ്ഞിരുന്നത് സ്വാമി പ്രപഞ്ചാനന്ദൻ. മനുശങ്കറിന് ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായി. അന്ന് ശംഖുമുഖത്ത് വെച്ച് സ്ഫോടനത്തിൽ മരണമടഞ്ഞുവെന്ന് വരുത്തി തീർത്ത് റൊണാൾഡ് ഹ്യൂഗിറ്റ അജ്ഞാതവാസത്തിനായി തെരഞ്ഞെടുത്ത രൂപമായിരുന്നു സ്വാമി പ്രപഞ്ചാനന്ദൻ എന്നത്. ഉടൻ തന്നെ മനുശങ്കർ IG രഘുനാഥവർമ്മയുമായി വയർലെസ് ബന്ധം പുലർത്തി. സർ, പ്രപഞ്ചാനന്ദൻ ഈസ് നോ മോർ.
വാട്ട്? പ്രഭാതത്തിൽ കേട്ട ആ വാർത്ത ഐ ജിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. യെസ് സർ. മണിശങ്കർ പതിയെ ചിരിച്ചു. പക്ഷേ അയാളെ തീർത്തതിന്റെ ക്രെഡിറ്റ് നമുക്ക് അവകാശപ്പെട്ടതല്ല സർ. പിന്നെ? രാഘവന്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നോൺസെൻസ് അല്ല സർ, സത്യം. അയാൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു. ഐ ജി അമ്പരന്ന് പോയി. ആരും ചിന്തിക്കാതിരുന്ന ഒരു സത്യം. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഐ ജി വയർലെസ് ഓഫാക്കി. മണിശങ്കർ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഒരു തലവേദന അവസാനിച്ചു. ഇനി മുന്നിലുള്ളത് രാഘവൻ. അപ്പോൾ കോവിലിനകത്തിന് പുറത്തു വന്നു നിന്ന വാഹനങ്ങളിൽ നിന്ന് പത്രപ്രതിനിധികൾ ഇറങ്ങുകയായിരുന്നു. പിറ്റേന്നത്തെ പത്രങ്ങൾക്കൊക്കെ ചൂട് വാർത്തകൾ ആവശ്യത്തിന് കിട്ടി. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജോർജ് ജോസഫിന്റെ മരണത്തിന് പിന്നിലുണ്ടായിരുന്ന ദുരൂഹതയും മണിശങ്കർ പത്രക്കാരെ അറിയിച്ചിരുന്നു. രാഘവൻ ഒരു പരിധിവരെ മാത്രമേ കുറ്റക്കാരനാകുന്നുള്ളൂ എന്നതായിരുന്നു റിപ്പോർട്ടർമാരുടെ അഭിപ്രായം. മാത്രമല്ല, രാഘവൻ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിരുന്ന കേസ്, ഹൈക്കോടതി ജഡ്ജി ഗുരുദാസിന്റെയും ഭാര്യയുടെയും കൊലപാതകം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൽ രാഘവൻ നിരപരാധിയായിരുന്നുവെന്നും മണിശങ്കറിന്റെ അഭിപ്രായം അനുസരിച്ച് പത്രങ്ങൾ എഴുതി. നാൻസിയുടെ മുറിയിലേക്ക് രാഘവൻ കടന്നു വന്നു. പുറത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് അപ്പോഴും യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. കാരണം ഇത്തവണ ആശുപത്രിയിലെ അറ്റൻഡറുടെ വേഷത്തിലായിരുന്നു രാഘവൻ. നാൻസിയും അയാളും മുഖാമുഖം നോക്കി കുറേ നേരം ഇരുന്നു. അവസാനം നാൻസി പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറായി. എങ്ങോട്ട് പോകണം? എന്തു വേണം? എനിക്ക് യാതൊരു വിചാരവുമില്ല. അവളുടെ ശബ്ദം പതറിയിരുന്നു. രാഘവൻ എന്തോ ചിന്തിച്ച ശേഷം പറഞ്ഞു, നീ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം. ഞാൻ അവിടെ എത്താം. പിന്നെ എന്തു വേണമെന്ന് ചിന്തിക്കാം. എനിക്ക് വയ്യ രാഘവേട്ടാ അവിടെ പോവാൻ. നമ്മുടെ മോള് വയ്യ. ആ അന്തരീക്ഷത്തിൽ ചെന്നാൽ ഞാൻ ചത്തുപോവും. വാതിൽ കയറ്റി പുറത്തേക്ക് നോക്കിയ നേഴ്സ് പെട്ടെന്ന് മടങ്ങി വന്നു. SP സാർ വരുന്നു. രാഘവൻ പെട്ടെന്ന് പുറത്തിറങ്ങി. മണിശങ്കർ വരുന്നതിന്റെ എതിർദിശയിലേക്ക് നടന്നുപോയി. മണിശങ്കറിന് യാതൊരു സംശയവും തോന്നിയില്ല. പോലീസുകാരോട് സംസാരിച്ച ശേഷമാണ് അയാൾ നാൻസിയുടെ അരികിലേക്ക് വന്നത്. ഇനി നാൻസി ഇവിടെ കഴിയേണ്ടി വരില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്താ തീരുമാനം? എവിടേക്ക് പോകും? അവൾ എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പോലീസുകാരൻ അകത്തേക്ക് വന്നത്. സർ. മണിശങ്കർ തോളിന് മുകളിലൂടെ തലതിരിച്ച് നോക്കി. രാഘവനെ പോലെ തോന്നുന്ന ഒരാൾ ഗേറ്റ് കടന്നു പോയി. മണിശങ്കറിന്റെ നെറ്റി ചുളിഞ്ഞു. നിങ്ങൾ അവനെ പിടിക്കാത്തതെന്താ? ഞങ്ങൾ പിന്നാലെ പോയതാണ് സർ. പക്ഷെ അവൻ ഒരു ഊടുവഴിയെ രക്ഷപ്പെട്ടു. മണിശങ്കർ നാൻസിയെ നോക്കി. രാഘവൻ ഇവിടെ വന്നിരുന്നോ? പെട്ടെന്നൊരു ഉത്തരം നൽകാനാവാതെ അവൾ പതറിപ്പോയി. ആ മുഖത്ത് നിന്ന് തന്നെ മണിശങ്കർ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനിടെ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഭീകരമായ സ്ഫോടനങ്ങളുണ്ടായി. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അനവധി ആളുകൾക്ക് പരിക്കേറ്റു. ജനങ്ങൾ ഭയവിഹുലരായി. അധികൃതർ പൂർവാധികം ജാഗരൂകരായി. ക്രമസമാധാന പാലനത്തിന് അവിടെ പട്ടാളത്തെ തന്നെ ഇറക്കേണ്ടി വന്നു. ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും വൻ ആയുധശേഖരങ്ങൾ പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായവർക്കൊക്കെ പറയാൻ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രപഞ്ചാനന്ദൻ എന്ന സന്യാസി. എന്തിന് അയാൾ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചു? അത് മാത്രം അവ്യക്തമായിരുന്നു. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുവാൻ അയാളിന്ന് ജീവനോടെ ഇല്ല. നാൻസിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. രാഘവൻ വീട് വെച്ച ആ മണ്ണിലേക്ക് പോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല. കാരണം അവിടെ ഓർമ്മകൾ വേട്ടയാടും. ശൂലത്തിൻ്റെ ആകൃതിയിലുള്ള കമ്മൽ ധരിച്ചവനും കൂട്ടുകാരും തന്നെ പിച്ചി ചീന്തിയത് അവിടെ വെച്ചാണ്. തൻ്റെ പൊന്നുമോളെ നഷ്ടമായതും അവിടെ വെച്ച് തന്നെ. അതുകൊണ്ട് നാൻസി സ്വന്തം തറവാട്ടിലേക്ക് പോയി. അവിടെ മണിശങ്കർ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നില്ലെന്ന് നാൻസിയോട് പറഞ്ഞിരുന്നു. എന്നാൽ അവിടുത്തെ ഓരോ ചലനവും അപ്പോൾ തന്നെ അറിയുവാൻ വേണ്ടി രഹസ്യമായി പോലീസിനെ നിയോഗിച്ചിരുന്നു. രാഘവൻ നാൻസിയുടെ അരികിലെത്തുമെന്ന് അയാൾക്കറിയാം. അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും അയാൾക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവരുത്. അതാണ് മണിശങ്കറുടെ ഉദ്ദേശം. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഇതിനിടയിൽ പത്തനംതിട്ടയിലെ വലഞ്ചുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ നിന്നും കുറെ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിരുന്നു. വീട്ടുടമസ്ഥർ കുറെ അകലെയാണ് താമസം. ഒരു കൂട്ടർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും അവർ പിന്നീട് എങ്ങോട്ട് പോയി എന്നറിയില്ലെന്നുമായിരുന്നു വീട്ടുടമസ്ഥന്റെ മറുപടി. രാഘവനെ ഇപ്പോഴും പോലീസ് തേടുന്നു. പക്ഷേ നാൻസിയുടെ അടുത്ത് പോലും അയാൾ എത്തിയിരുന്നില്ല. അയാൾ ഒരിടത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു. അവസാന പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു രാഘവൻ. ആഭ്യന്തരമന്ത്രിയായിരുന്ന ജയകൃഷ്ണനെയും SP ആദിത്യനെയും ഇനി കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് തന്നെ
തീർക്കണം എന്നതായിരുന്നു അയാളുടെ തീരുമാനം. അതിനായി താൻ ഒരിക്കൽ കൊല ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പിക് ഗണ്ണും അയാൾ എടുത്തിരുന്നു. ഇത്രയും കാലം ഭദ്രമായി ഒരിടത്ത് വച്ചിരിക്കുകയായിരുന്നു അത്. ഇനി കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ തന്റെ കാര്യം എളുപ്പമായി. പ്രപഞ്ചാനന്ദന്റെ താവളത്തിൽ നിന്നും കിട്ടിയ സ്റ്റെൻ ഗണ്ണും രാഘവന്റെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഒരു റിവോൾവറും. മതി. ഒരു സംഘത്തോട് പോരാടാനായാലും ഇത്രയും മതി. ഇനിയും കളികൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനോട് രാഘവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ ഒളിവ് ജീവിതം മടുത്തു. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എന്തു വേണമെന്ന് ഇപ്പോഴേ ചിന്തിച്ചിട്ടുണ്ട്. തറവാട്ടിൽ ഏകാന്തവാസത്തിലായിരുന്നു നാൻസി. രാഘവേട്ടൻ ഇനിയും വന്നിട്ടില്ല. മനുസാർ പോലീസിനെ പിൻവലിച്ചു എന്ന് പറഞ്ഞതൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല. റോഡിലൂടെ പലരും ഈ തറവാട്ടിലേക്ക് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതായി അവൾ മനസ്സിലാക്കിയിരുന്നു. നാൻസി കൃത്യമായി ആഹാരം കഴിക്കുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഏതോ ചിന്തയിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയാവും മിക്കവാറും. രാഘവേട്ടൻ തന്നെ കാണാൻ വരാത്തത് എന്തുകൊണ്ടെന്നാണ് പലപ്പോഴും അവൾ ചിന്തിച്ചത്. ഇനി അദ്ദേഹം പോലീസ് പിടിയിലായോ? അങ്ങനെ ഒരു ചിന്ത മനസ്സിലെത്തുമ്പോൾ അവൾ അറിയാതെ നടുങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ SP മനുശങ്കർ അവിടെ വന്നു. സംസാരമധ്യേ അവൾ തിരക്കി, രാഘവേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സർ? ഇല്ല എന്നർത്ഥത്തിൽ മനുശങ്കർ തലയനക്കി. പക്ഷേ 2 ദിവസങ്ങൾക്കുള്ളിൽ അയാളെ കണ്ടെത്താനാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതെങ്ങനെ? ജയകൃഷ്ണന്റെയും ആദിത്യന്റെയും റിമാൻഡ് നാളെ തീരും. നാൻസിയുടെ മുഖത്ത് ഭീതി ഒരു വലയം തീർത്തു. അവർ പുറത്തിറങ്ങുന്നതും പ്രതീക്ഷിച്ച് അയാൾ കാത്തിരിക്കുകയാവും എന്ന് ഞാൻ കരുതുന്നു, മണിശങ്കർ പറഞ്ഞു. നാൻസി മിണ്ടിയില്ല. അവൾക്ക് നാവ് തളർന്നതുപോലെ തോന്നി. മണിശങ്കർ യാത്ര പറഞ്ഞു പോയിട്ടും അവളുടെ ചിന്ത അത് തന്നെയായിരുന്നു. നേരം സന്ധ്യയാകുന്നത് പോലും അവൾ അറിഞ്ഞില്ല. തറവാടിന് ചുറ്റും കൊക്കോത്തോട്ടമാണ്. പകൽ പോലും ഒരു തരം ഭീതി പരത്തുന്ന അന്തരീക്ഷം. കൊക്കോയ്ക്കിടയിൽ ഒരു നിഴൽ അനങ്ങി. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ആ രൂപം കെട്ടിടത്തിന്റെ പിൻഭാഗത്തെത്തി. ചില കണ്ണുകൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അവർ വയർലെസ്സിലൂടെ ആർക്കോ മെസ്സേജ് കൈമാറി. നാൻസി, രാഘവന്റെ പതിഞ്ഞ ശബ്ദം പോലും അവൾ കേട്ടു. ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്ന ഒരു കുതിപ്പിനാണ് വാതിൽക്കൽ എത്തിയതും വാതിൽ തുറന്നതും. രാഘവൻ അകത്തേക്ക് കയറി വാതിൽ ചാരി. നീ എന്താ ഇരുളിരിക്കുന്നത്? അവൾ മാറിലേക്ക് വീണു. അയാൾ അവളെ സ്വാന്തനിപ്പിച്ചു. അകത്തെ മുറിയിലെ ലൈറ്റ് തെളിച്ച കുറേ നേരം അവർ സംസാരിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ പേടിയാ. സാരമില്ല, ഒരു ലക്ഷ്യം കൂടെ നേടിക്കഴിഞ്ഞ് നിന്നെയും കൊണ്ട് ഞാൻ പോകും, ആരും പിടിക്കാത്തിടത്തേക്ക്. ജയകൃഷ്ണനും ആദിത്യനും അല്ലേ? അയാൾ ഒന്ന് മൂടി. അവരെ കൊല്ലരുതെന്ന് പറയണമെന്ന് അവൾക്ക് തോന്നിയില്ല. ഞാൻ ഇറങ്ങട്ടെ? വേണ്ട രാഘവേട്ടാ, ഇന്നിവിടെ കഴിയാം. അയ്യോ, ഏതു നിമിഷവും പോലീസ് എത്തിയേക്കാം. അവളുടെ അരികിൽ നിന്ന് അയാൾ എണീറ്റു. പിന്നെ എന്തോ ഓർത്തിട്ടെന്നവണ്ണം പാൻറ്റിൻ്റെ കീശയിൽ നിന്ന് റിവോൾവർ എടുത്ത് അവൾക്ക് നീട്ടി. 6 ബുള്ളറ്റുകളുണ്ട്. ഭയം കൂടാതെ കഴിയാൻ നിനക്കിത് മതിയാകും. അവളത് വാങ്ങി. നേരത്തെ തന്നെ വിടിവിക്കാനൊക്കെ രാഘവൻ അവളെ പഠിപ്പിച്ചിരുന്നു. യാത്ര പറഞ്ഞ് രാഘവൻ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് കാൽ വെച്ചതേയുള്ളൂ. പെട്ടെന്നൊരു വെളിച്ചം അയാളുടെ മുഖത്ത് പതിഞ്ഞു. രാഘവൻ, ഡോണ്ട് മൂവ്! കനത്ത ശബ്ദം. 1 ഡസനോളം തൂക്കിൻകുഴലുകൾ തന്നെ വളയുന്നതാണ് രാഘവൻ കണ്ടത്. രാഘവൻ കിടുങ്ങിപ്പോയി. അയാൾ പിന്നോട്ട് കുതിക്കുവാൻ ഭാവിച്ചു. പക്ഷെ അപ്പോഴേക്കും മണിശങ്കറിന്റെ ശബ്ദമുയർന്നു. രാഘവൻ, രക്ഷപ്പെടാൻ ശ്രമിച്ച നിന്റെ ശരീരം അരിപ്പ പോലെ കുഴിഞ്ഞു പോകും. പിടിച്ചു നിർത്തിയതുപോലെ രാഘവൻ നിന്നു. മണിശങ്കർ അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം മുന്നോട്ട് വന്നു. 2 ടോർച്ചുകളിൽ നിന്ന് ഉതിർന്ന വെളിച്ചം അപ്പോഴും രാഘവന്റെ ശരീരത്തിൽ പതിയുന്നുണ്ടായിരുന്നു. രാഘവന് പിന്നാലെ വാതിലേക്ക് വന്ന നാൻസിയും തരിച്ചു നിന്നു. ദയനീയമായി അവൾ മണിശങ്കറെയും രാഘവനെയും മാറി മാറി നോക്കി. മണിശങ്കർ അത് കണ്ടില്ലെന്ന് നടിച്ചു. അയാൾ രാഘവന്റെ കഴുത്തിൽ റിവോൾവറിന്റെ ബാരൽ അമർത്തി. യു ആർ അണ്ടർ അറസ്റ്റ്. രാഘവൻ അനങ്ങിയില്ല. അയാൾ തല കുനിച്ചു, കടുത്ത ദുഃഖത്തോടെ. കൈകളിൽ വിലങ്ങു വീണു. മൂവ്! മണിശങ്കർ അയാളെ മുന്നോട്ട് തള്ളി. രാഘവൻ തല തിരിച്ച് നാൻസിയെ ഒന്ന് നോക്കി. വിഷമവും കോപവും നിസ്സഹായതയും അസ്വസ്ഥതയും ഒക്കെ ആ കണ്ണുകളിൽ മാറി മാറി പ്രതിഫലിക്കുന്നത് നാൻസി കണ്ടു. നടക്ക്! ഇരുളിലേക്ക് അവർ രാഘവനെ നടത്തിക്കൊണ്ടുപോയി. സർ! നാൻസി വിളിച്ചു. പെട്ടെന്ന് മണിശങ്കർ നിന്നു. അവൾ തൊഴുകൈകളുമായി അയാളുടെ മുന്നിലെത്തി. ഒരപേക്ഷയുണ്ട് സർ. മണിശങ്കർ ചോദ്യഭാവത്തിൽ നോക്കി. എൻ്റെ രാഘവേട്ടനെ തല്ലിക്കൊല്ലരുതേ. മണിശങ്കർ ഒന്നും മിണ്ടിയില്ല. അവളെ കടന്ന് മുന്നോട്ടു പോയി. മരവിച്ച മട്ടിൽ നാൻസി ആ ഇരുളിൽ തന്നെ നിന്നു. റോഡിൽ വാഹനങ്ങൾ സ്റ്റാർട്ടായി.
ഇരുളിന്റെ മാറു പിളർന്ന് അവ പാഞ്ഞുപോയി. എന്തോ ഉറച്ചൊരു തീരുമാനവുമായാണ് നാൻസി തിരികെ മുറിയിലെത്തിയത്. മേശപ്പുറത്ത് രാഘവൻ കൊടുത്ത റിവോൾവർ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അതെടുത്തു. തിരിച്ചറിയാനാവാത്ത ഒരു ഭാവം ആ കണ്ണുകളിലുണ്ടായിരുന്നു. സെല്ലിന്റെ മൂലയിൽ രാഘവൻ കുത്തിയിരുന്നു. എന്താണെന്നറിയില്ല. ജീപ്പിൽ വെച്ച് പോലീസുകാർ 2-4 തല്ലിയതല്ലാതെ ഇവിടെ എത്തിയ ശേഷം അടിയോ തെറിവിളിയോ ഉണ്ടായില്ല. നാൻസിയുടെ അടുത്തേക്ക് എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച ശേഷം മാത്രമേ പോകുന്നുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്നിറങ്ങിയ അവളെ ഒന്ന് കാണുവാൻ മനസ്സ് കൊതിച്ചുപോയി. അവിടെയാണ് അബദ്ധം പറ്റിയത്. അല്ലെങ്കിൽ ജയകൃഷ്ണനും ആദിത്യനും ഒരിക്കലും തന്റെ കസ്റ്റഡിയിൽ നിന്ന് വഴുതിപ്പോവില്ലായിരുന്നു. ഇവിടെ അവർ മൃത്യുവിനെ ജയിച്ചിരിക്കുന്നു. ഇനി പുറം ലോകം കാണാം എന്ന പ്രതീക്ഷ തനിക്കില്ല. ജയകൃഷ്ണനും ആദിത്യനും പണത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തോടുകൂടി പുറത്തു വന്ന് വിഹരിക്കും. അതേപ്പറ്റി ഓർത്തപ്പോൾ തന്നെ കാലിൽ നിന്നൊരു പെരുപ്പ് മുകളിലേക്ക് വരുന്നത് അയാൾ അറിഞ്ഞു. ഈശ്വര, നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. സെല്ലിന് പുറത്ത് പോലീസുകാർ എന്തോ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. ഒരു വാഹനം പുറത്തു വന്നു നിന്നു. പത്രപ്രതിനിധികൾ ഇറങ്ങി. അടുത്ത ദിവസം രാവിലെ മണിശങ്കർ അവിടെ എത്തി. രാഘവനെ കോടതിയിൽ ഹാജരാക്കണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഒരുക്കാൻ മണിശങ്കർ SI സമദിന് നിർദ്ദേശം നൽകി. അന്നത്തെ പത്രങ്ങളിലൊക്കെ രാഘവന്റെ ചിത്രങ്ങളും വാർത്തയും ഉണ്ടായിരുന്നു. 9 മണിയായപ്പോൾ രാഘവനെ കനത്ത ബന്ദോബസ്തിൽ കോടതിയിലേക്ക് കൊണ്ടുപോയി. മാരുതി ജിപ്സിയിൽ പോലീസ് വാനിന് തൊട്ടു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു SP മണിശങ്കർ. രാഘവന്റെ അരികിൽ ആയുധമേന്തിയ 4 പോലീസുകാർ. മുൻ സീറ്റിൽ ഡ്രൈവറെ കൂടാതെ SI സമദുമുണ്ട്. രാഘവന്റെ കൈകളിൽ വിലങ്ങണിയിച്ചിട്ടുണ്ട്. ആ വാനിൽ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് രാഘവൻ പലവട്ടം ചിന്തിച്ചു. ബന്ധിക്കപ്പെട്ട കൈകൾ ഒന്ന് മോചിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. കോടതി മുറ്റത്തേക്ക് കയറി ഒരു മാവിന്റെ തണലിൽ വാൻ നിന്നു. രാഘവനെ വാനിൽ നിന്ന് ഇറക്കിയില്ല. കുറെ ആൾക്കാർ വാനിന്റെ അരികിൽ ചുറ്റിപ്പറ്റി നിന്നു. പോലീസുകാർ അവരെ ആട്ടി ഓടിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഉടനെ രാഘവൻ കണ്ടു. കോടതി വളപ്പിലേക്ക് വരുന്ന ഒരു സ്ത്രീ. രാഘവന്റെ ഉള്ളം പിടച്ചു. നാൻസി. എന്തിനവൾ ഇവിടെ വന്നു? അവൾ കോടതി വരാന്തയിലേക്ക് പോകുന്നത് അയാൾ കണ്ടു. പിന്നെയും അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ രാഘവന്റെ കേസ് വിളിക്കാനുള്ള നേരമായി. മണിശങ്കർ വാനിനടുത്ത് വന്നു. സമദും പോലീസുകാരും രാഘവനെ പുറത്തിറക്കി കോടതിയിലേക്ക് നടത്തി. നാൻസി ഒരു തൂണും ചാരി നിൽപ്പുണ്ടായിരുന്നു. അയാൾ അവളെ കണ്ടു. ഒന്നും പറഞ്ഞില്ല. അയാൾ കടന്നു പോയപ്പോൾ അവളുടെ കവിളുകളെ ചുട്ടു പൊള്ളിച്ചുകൊണ്ട് 2 തുള്ളി കണ്ണീർ താഴേക്കൊഴുകി. കോടതി രാഘവനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിക്കൂട്ടിൽ നിന്നും ഇറങ്ങിയ അയാളുടെ കയ്യിൽ വീണ്ടും വിലങ്ങു വീണു. നടക്ക്. മടക്കയാത്ര. പക്ഷേ കോടതി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. അതിന്റെ പിന്നിൽ ഡോറുകൾ തുറന്ന് 2 പേർ ഇറങ്ങി. മുൻ ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണനും SP ആയിരുന്ന ആദിത്യനും. 2 പേരും വെളുക്കെ ചിരിച്ചു. ഞങ്ങൾക്ക് ജാമ്യം കിട്ടി രാഘവ. ജയകൃഷ്ണനാണ് പറഞ്ഞത്. ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടുകളയാമെന്ന് വെച്ച് ഓടി വന്നതാ ഞങ്ങള്. രാഘവൻ അരിശം കടിച്ചമർത്തി. ഈ കേസൊക്കെ ഞങ്ങൾക്ക് വെറും പുല്ലാടാ. ആദിത്യൻ ഒളികണ്ണാലെ മണിശങ്കരെയും കൂടെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഒരുത്തനും വിജയിച്ചെന്ന് കരുതണ്ട. എല്ലാവന്മാർക്കും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വേണ്ടി വന്നോ നിന്നെയൊക്കെ ബോംബ് വെച്ച് തകർക്കും. നിങ്ങൾ മുന്നിൽ നിന്ന് മാറി നിൽക്കണം, മണിശങ്കർ പറഞ്ഞു. ഓ പിന്നെ, അല്ലെങ്കിൽ നീ ഏതാണ്ട് അങ്ങ് ഓലത്തും, ആദിത്യൻ പുച്ഛിച്ചു. മണിശങ്കറുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറിയെങ്കിലും അയാൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഡ്യൂട്ടിയിൽ എനിക്ക് വികാരം സൃഷ്ടിക്കരുത്, അയാൾ ഓർമ്മപ്പെടുത്തി. ആദിത്യൻ ചിരിച്ചു. ട്രെയിനിങ് കോളേജിൽ വെച്ച് തന്നെ നിനക്ക് എന്നെ അറിയാമല്ലോ, വെറുതെ കളിയാക്കല്ലേ. മണിശങ്കർ ഒരടി മുന്നോട്ടെടുത്തു. അപ്പോൾ ജയകൃഷ്ണൻ രാഘവനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. രാഘവ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലടാ. റിമാൻഡ് കഴിഞ്ഞ് കോടതിയിൽ നിന്റെ ശവശരീരമേ ഹാജരാക്കൂ. കാത്തിരുന്നോ. ജയകൃഷ്ണൻ മുണ്ടു മടക്കി കുത്തി. ഷർട്ടിന്റെ കൈകൾ തീർത്തു കയറ്റി. മണിശങ്കരെ കൊണ്ട് ഒരു സീൻ സൃഷ്ടിപ്പിക്കാതിരിക്കാൻ SI സമദ് പൊടുന്നനെ ഇടയിൽ കയറി ജയകൃഷ്ണനോടും ആദിത്യനോടുമായി പറഞ്ഞു. സാരന്മാരൊന്ന് മാറി നിന്നേ, ഞങ്ങളീ പ്രതിയെ ഒന്ന് കൊണ്ടുപോകട്ടെ. ഞങ്ങൾ നിൽക്കുന്നിടത്തു കൂടിയേ കൊണ്ടുപോകൂ എന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ? ദാ 2 അടി പിന്നോട്ട് നടന്ന വേറെയും വഴിയുണ്ട്. കൂടുതൽ കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല മണിശങ്കറിന്. സമദിനെ ഒരു വശത്തേക്ക് മാറ്റി മണിശങ്കർ മുന്നോട്ട് നീങ്ങി. മാറി നിൽക്കടാ, അയാൾ ആദിത്യനെ പിടിച്ചു തള്ളി. നീ അത്രയ്ക്കായോടാ? ആദിത്യനും തിരിച്ചു തള്ളി. കോടതി മുറ്റത്ത് ഉന്തും തള്ളും. രാഘവൻ അരിശം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു.
ഒരു പോലീസുകാരൻ മാത്രമേ അതിനരികിലുള്ളൂ. ബാക്കിയുള്ളവർ SP സഹായിക്കാൻ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. പൊടുന്നനെ ജയകൃഷ്ണനും മറ്റും വന്ന കാറിൽ നിന്ന് ഗുണ്ടകളെ തോന്നിപ്പിക്കുന്ന രണ്ടുപേർ ചാടിയിറങ്ങി. പൊരിഞ്ഞ അടി തുടങ്ങാൻ പിന്നെ ഏറെ നേരം വേണ്ടി വന്നില്ല. തന്റെ കയ്യിൽ വിലങ്ങുണ്ടെന്ന കാര്യം വിസ്മരിച്ച് രാഘവനും അവർക്കിടയിലേക്ക് ചാടി വീണു. കൈകൾ കൂട്ടിപ്പിടിച്ച ആദിത്യന്റെ മുഖമടച്ചിടിച്ചു. വല്ലാത്തൊരു നിലവിളിയോടെ അയാൾ പിന്നോട്ട് വെച്ചു. രാഘവ, നോ! മണിശങ്കർ വിളിച്ചു പറഞ്ഞു. അയാൾ ഗുണ്ടകളോട് പൊരുതുകയായിരുന്നു. ഇല്ല സാറേ, ഗുരുദാസിനെയും ഭാര്യയും കൊന്നത് ഈ പട്ടിക. ഇവനെ ഞാൻ വെറുതെ വിടില്ല. രാഘവൻ അയാളുടെ അടിവയറ്റിൽ ചവിട്ടി പിന്നോട്ട് തള്ളി. അപ്പോൾ SI സമദിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജയകൃഷ്ണൻ രാഘവന്റെ പിന്നിലൂടെ വന്ന് കഴുത്തിൽ പിടുത്തമിട്ടു. കയ്യിൽ വിലങ്ങുണ്ടായിരുന്നതിനാൽ രാഘവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ കൈകൾ ഒരു വലയമായി രാഘവന്റെ കഴുത്തിൽ മുറുകെയാണ്. രാഘവന് ശ്വാസം വിലങ്ങി. അയാളുടെ കണ്ണുകൾ തുറിക്കാൻ തുടങ്ങി. രാഘവ! മണിശങ്കർ അലറി. അപ്പോഴാണ് തൂണുകളുടെ പിന്നിൽ നിന്ന് നാൻസി മുറ്റത്തേക്ക് ഇറങ്ങിയത്. അവളുടെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടായിരുന്നു. തലേന്ന് രാഘവൻ കൊടുത്ത റിവോൾവർ. അവൾ അത് മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. ആ കണ്ണുകൾ തീക്കട്ടകൾ പോലെ ജ്വലിക്കുകയായിരുന്നു. ജയകൃഷ്ണ! അവൾ വിളിച്ചു. ഒപ്പം കൈവിരൽ ട്രിഗറിൽ അമരുകയും ചെയ്തു. കോടതി വളപ്പിനെ നടുക്കിക്കൊണ്ട് ഒരു വെടി പൊട്ടി. അതിലും ഉച്ചത്തിൽ ജയകൃഷ്ണന്റെ അലർച്ച. അയാളുടെ വെളുത്ത ഷർട്ടിന് പുറത്ത് ഒരു ചുവന്ന പൊട്ടലുണ്ടായി. ക്രമേണ അത് വലുതായി. രാഘവന്റെ കഴുത്തിലെ പിടി അയഞ്ഞു. ഒരിക്കൽ കൂടി നാൻസി നിറയൊഴിച്ചു. അത് ജയകൃഷ്ണന്റെ കഴുത്തിലാണ് കൊണ്ടത്. എന്താണുണ്ടായെന്നറിയാതെ നടുങ്ങി തിരിച്ച രാഘവനും സ്തബ്ധനായി. നാൻസി! കോടതി പരിസരത്ത് കനത്ത നിശബ്ദത. നാൻസി റിവോൾവർ തിരിച്ചു ആദിത്യന്റെ നേർക്ക്. എന്റെയും എന്റെ ഭർത്താവിന്റെയും കണക്കിൽ ഇനി നീ കൂടിയേ ഉള്ളൂ. ആദിത്യൻ നിമിഷത്തിനുള്ളിൽ വിയർപ്പിൽ കുളിച്ചു. കൊല്ലരുതേ നാൻസി! നാൻസി ഒരു ഉന്മാദിനിയെ പോലെ പൊട്ടിച്ചിരിച്ചു. മണിശങ്കർ മുന്നോട്ട് കുതിക്കുന്നത് രാഘവൻ കണ്ടു. അയാൾ കാൽ നീട്ടി. മണിശങ്കർ അതിൽ തട്ടി കമിഴ്ന്നു വീണു. അപ്പോഴേക്കും നാൻസിയുടെ കൈവിരൽ തുടരെ ട്രിഗറിൽ അമർന്നു. 3 തവണ. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ആദിത്യൻ. മുന്നിൽ ഒരു അദൃശ്യ ഭിത്തിയിൽ ചെന്ന് തട്ടിയതുപോലെ നിന്നു. പിന്നെ ഒരു മദ്യപാനിയെ പോലെ ആടിക്കുഴഞ്ഞ് തറയിൽ വീണു. നാൻസി റിവോൾവർ താഴ്ത്തി സാവധാനം രാഘവന്റെ അരികിലേക്ക് ചെന്നു. ഇനി അങ്ങയോടൊപ്പം ഞാനുമുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങനെ പോകണ്ട. ഒന്നിച്ച് കഴിയാനായില്ലെങ്കിലും ഒരു ജയിൽ വളപ്പിൽ 2 ആളും ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. നാൻസിയുടെ കയ്യിൽ നിന്ന് റിവോൾവർ ഊർന്നു വീണു. അവൾ രാഘവന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. അയാൾ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മണിശങ്കരെ നോക്കി. എന്നെ ഇപ്പൊ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുമോ സർ? അയാൾ മിണ്ടിയില്ല. അയാൾ മാത്രമല്ല, ആരും മിണ്ടിയില്ല. കോടതി അപ്പോൾ ലഞ്ചിന് പിരിയുകയായിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.